നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ലവ് ജിഹാദ്, ഉള്ളിൽ വർഗീയ വിഷം തികട്ടി വന്ന നേരത്ത് ഏതോ കുബുദ്ധി കണ്ടെത്തിയ വാക്കാണത്. പെൺമക്കൾ ഇതര മതക്കാരെ കല്യാണം കഴിക്കുമോ എന്ന് പേടിയുള്ള സാധാരണ വീട്ടുകാരെ ചിലരെങ്കിലും അത് ഏറ്റെടുക്കുകയും ചെയ്തു. 2008 ഇതുമായി ബന്ധപ്പെട്ട ആദ്യ കേസ് കേരളത്തിൽ വന്നത്. അതിൽ ജസ്റ്റിസ് KT ശങ്കരൻ്റെ ചില പരാമർശങ്ങൾ അന്ന് വലിയ വിവാദമായിരുന്നു. കേസ് വിശദമായി അന്വേഷിച്ച് അന്നത്തെ DGP ജേക്കബ് പുന്നൂസ് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന റിപ്പോർട്ടും നൽകിയതാണ്. എന്നാലും ഇടയ്ക്കിങ്ങനെ ചിലർ പറയും. നേരത്തെ ഹിന്ദുത്വ വർഗീയവാദികളായിരുന്നു ഇത് പറഞ്ഞിരുന്നത്. പിന്നീട് ചില ക്രൈസ്തവ സഭാ നേതാക്കളും ഒപ്പം കൂടി. ഒടുവിൽ കേന്ദ്ര സർക്കാർ തന്നെ പാർലമെൻറ്റിൽ മറുപടി നൽകി. കേന്ദ്ര ഏജൻസികളുടെ ഒന്നും അന്വേഷണത്തിൽ കേരളത്തിൽ ലവ് ജിഹാദ് നടന്നതായി തെളിഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ അതും വിശ്വസിക്കാൻ ചിലർ തയ്യാറല്ല. PC ജോർജാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വിഷം കലക്കാൻ ഇറങ്ങിയത്. മീനച്ചൽ താലൂക്കിൽ നിന്നും മാത്രം 400 പെൺകുട്ടികളെ ഇങ്ങനെ ലവ് ജിഹാദുകാർ കൊണ്ടുപോയിട്ടുണ്ടെന്നായിരുന്നു ജോർജ് പറഞ്ഞത്. 400 പേരുടെ പേര് പോയിട്ട് 4 അല്ല ഒരാളുടെ പോലും പേര് പറയാൻ ജോർജിനൊട്ട് ആയതുമില്ല. സമൂഹം തന്നെ തള്ളിക്കളഞ്ഞതാണ് ജോർജിൻ്റെ ഈ വാക്കുകൾ. എന്നാൽ ഇതിന് പിന്തുണയുമായി KCVC, മദ്യവിരുദ്ധ സമിതിയും സീറോ മലബാർ സഭ, പബ്ലിക് അഫയേഴ്സ് കമ്മീഷനുമൊക്കെ രംഗത്ത് വന്നു. മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച് ചിലരെ പ്രീണിപ്പിക്കുക എന്ന ശൈലി ചില സഭാ നേതാക്കളെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ എന്ന സംശയം പലരും ഉയർത്തുന്നുണ്ട്. ഇല്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നതിന് പിന്നിൽ സഭയുടെ താല്പര്യവും ലക്ഷ്യവും എന്താവും? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കായംകുളത്ത് നിന്നും ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഈ PC ജോർജ് വാവിട്ട പല വാക്കുകളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റു പല ഉദ്ദേശവും കാണും. പക്ഷേ KCVCയെ പോലെ ഒരു സംഘടന, ഉത്തരവാദിത്തത്തോടുകൂടി പ്രതികരിക്കേണ്ട ഒരു സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് പറയുന്നത്. അങ്ങനെയല്ല ഇതിനെയൊക്കെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സഭയ്ക്ക് ഇല്ലാത്ത ലവ് ജിഹാദ് ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നതിന് പിന്നിലെ ലക്ഷ്യം എന്താവും? നമസ്കാരം കിരണേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഈ സഭാ അധ്യക്ഷന്മാര് ഇത്രയും കാലം ഇത് എവിടെയായിരുന്നു? മണിപ്പൂരിലായി 2 കുക്കി മൈത്രി വിവാഹക്കാർ തങ്ങളിൽ ഏറ്റുമുട്ടി 100 കണക്കിന് ക്രിസ്ത്യാനികളെ കൊല ചെയ്യപ്പെട്ടു. എന്നിട്ട് ഒന്നും ഈ സഭാധ്യക്ഷന്മാരാരും പ്രതികരിച്ചിട്ടില്ലല്ലോ. ഇപ്പം അതിന് പകരം വീട്ടുകയായിരിക്കും കേരളത്തില്. പക്ഷെ ഇത് കേരളമാണ്. മറ്റ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും നടക്കുകയില്ല. ഇത് മത അധ്യക്ഷന്മാര് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കേണ്ടത്. കാരണം മുസ്ലിങ്ങളെ ഒതുക്കാം എന്നുള്ള ധാരണയാ. അത് നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. അത് ആരെല്ലാം വിചാരിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല. കാരണം മുസ്ലിങ്ങൾ അതിനു മാത്രം ഉണ്ട് താനും. സഭാധ്യക്ഷന്മാർക്ക് ഇത് നിയന്ത്രിക്കുക. ശരി, താങ്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകനുണ്ട്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, ഈ PC ജോർജ് ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ ആ മട്ടിലൊക്കെ കേസുകളൊക്കെ ഉള്ള ആൾ കൂടിയാണ്. പക്ഷേ PC ജോർജ് പറയുന്നതിനൊക്കെ പിന്തുണച്ചുകൊണ്ട് ഇല്ലാത്ത ലവ് ജിഹാദ് ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു വല്ലാത്ത വ്യഗ്രത ഈ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതിന് പിന്നിലെ താല്പര്യം എന്താവും? സാർ, ആ വിഷയത്തിലേക്ക് വരാം. സാർ, ആറ്റുകാൽ പൊങ്കാല പൂർണ്ണമായും ന്യൂസ് 18 കാണാൻ കഴിഞ്ഞു. അശ്വതിയും ശ്രീജയും ന്യൂസ് 18 വേണ്ടിയിട്ട് നിറഞ്ഞു നിന്നു. പൊങ്കാലയിൽ പങ്കെടുത്ത എല്ലാവർക്കും പൊതുവേദിയുടെ ആശംസകൾ. ഇനി ലവ് ജിഹാദിലേക്ക് വരാം. അതെ, ഉണ്ടായിരുന്നു സാർ. ഞാൻ വിട്ടുപോയതാണ് സാർ. അശ്വതിയും രേണുക ഉണ്ടായിരുന്നു സാർ. നന്നായി നിന്നു സാർ, നന്നായി. കാണിച്ചാൽ നമുക്ക് മറ്റൊരു ചാനൽ വെക്കേണ്ടതായിട്ട് വന്നില്ല. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് കാണാൻ പറ്റി സാർ. ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഭവ്യ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു മിക്കവാറും വനിതാ റിപ്പോർട്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. നന്നായി സാർ, നന്നായിരുന്നു. ഏതായാലും എന്താണെന്ന് വെച്ചാൽ എല്ലാ പേരും അതിനകത്ത് അഭിനന്ദനം അറിയിക്കുന്നവരാണ് സാർ. ശരി, പറഞ്ഞോളൂ സാർ. ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് വരുന്നില്ലെങ്കിൽ തന്നെയും ജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇത് വരുന്നത്. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ജനങ്ങൾ ഇന്ന് ബോധവാന്മാരാണ്. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നോ എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ സാർ. ശരി ശരി. അങ്ങനെ ഒരു ലവ് ജിഹാദ് എന്നൊരു സംവിധാനം, അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ ഇല്ല എന്നത് തെളിഞ്ഞതാണ്. പിന്നെയും അതുതന്നെയാണ് ആളുകൾ പറയുന്നത്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ PC ജോർജിനെ പോലത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഈ കണ്ണ് പകർന്നു കൊടുക്കരുത്. KCVC
KCBC ഒക്കെ നാട്ടിലെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചാണ് PC ജോർജൊക്കെ നടക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കാരണവശാലും പിന്തുണക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് കിരൺ ബാബു, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കൊണ്ട് ഈ വർഗീയമായിട്ട് ചിന്താഗതി ആദ്യം മാറ്റണം. ഈ നാട്ടിൽ ഇനി വളർന്നു വരുന്ന മക്കൾക്കൂടി ജീവിക്കണം. പിന്നെ അധികം പറയുന്നത് ഞാൻ മിഞ്ഞാന്ന് കുറച്ച് ഇമോഷനായിട്ട് വർത്താനം പറഞ്ഞു പോയി. അതുകൊണ്ട് ഏതെങ്കിലും പ്രേക്ഷകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ ഞാൻ മാപ്പ് കൊടുക്കുന്നത് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു കേട്ടോ. ശരി ശ്രീദാസൻ, എന്നോട് മനു പറഞ്ഞിരുന്നു അത് കുറച്ച് ഓവറായി പോയി എനിക്ക് തോന്നി. പറഞ്ഞു ശരി, അത് കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരല്ലേ, സംസാരിക്കുമ്പോൾ ചെറിയ അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനം. ശരി, ഓക്കെ, അത് സാരമില്ല. ശ്രീ ദാസൻ നമുക്ക് പ്രിയപ്പെട്ട ആളാണ്. എത്രയോ കാലമായി പൊതുവേദിയിൽ വിളിക്കുകയും വളരെ ആധികാരികമായി വിഷയങ്ങളെ ഗൗരവത്തോടു കൂടി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അത് ആ ഓരോ സമയത്ത് നമ്മൾ വർത്തമാനം പറയുന്ന ആ വിഷയത്തിൻ്റെ മെരിറ്റ് വെച്ച് മാത്രമാണ്, അല്ലാതെ ഏതെങ്കിലും സായിയായി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ വെച്ചല്ല. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് വന്നത്. ശ്രീ ഏലിയാസ്, PC ജോർജിനെ പോലൊരാൾ പറയുമ്പോൾ ചിലപ്പോൾ കുറേ ആളുകൾക്കെങ്കിലും മനസ്സിലാവും അദ്ദേഹം പലപ്പോഴും അങ്ങനെ പറയുന്നതിനെ അത്ര ഗൗരവത്തിലൊന്നും ഈ അടുത്ത കാലത്ത് ആളുകൾ എടുക്കാറില്ല. പക്ഷേ KCBC പോലെ ഒരു സംഘടന, അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അതിനെയൊക്കെ പിന്തുണച്ച് രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമസ്കാരം സാറേ. നമസ്കാരം. PC ജോർജ് പറയുന്നത് അങ്ങനെയാണ്. PC ജോർജിന്റെ മകൻ കല്യാണം കഴിച്ചത് ഹിന്ദു പെണ്ണിനെ മാമോസ മുക്കിയല്ലേ കല്യാണം കഴിച്ചത്. അതും ഇതിൽ പെടില്ലേ? അതിപ്പം മകൻ്റെ കാര്യം പോട്ടെ, അത് മകനും രാഷ്ട്രീയ നേതാവാണ്. അത് എന്തായാലും അതിനൊക്കെ അപ്പുറം ഗൗരവമുള്ളതാണ് വിഷയം. നമ്മൾ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം തെറ്റാണെന്ന് പറയാം. എൻ്റെ മകൻ കല്യാണം കഴിച്ചത് നമ്മുടെ വിഷയമല്ല. അല്ല, അത് പോട്ടെ സാറേ. എന്നാ ശരി. ഇപ്പൊ ഈ മൊത്തത്തിൽ ഇപ്പൊ ക്രിസ്ത്യാനി സഭയിൽ മൊത്തത്തിൽ ലൗകിയാത് കുരിശ് കൊട ചക്രം ഒക്കെ ആയിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഇവർക്കൊന്നും ജീവിക്കാൻ രക്ഷയില്ലാണ്ടായി. മതം ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരെയും ഭൂമി കയ്യേറുക, അവിടെ കൊണ്ടുവന്നൊരു കുരിശ് നാട്ടുക, അതിന് കുറച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർ ഒത്താശ ചെയ്യുക, ഇതൊക്കെയല്ലേ ഇപ്പൊ ജീവിതം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ഇത് പോക്കായി. ശരി, ശ്രീ തിലകനാണ് തൃപ്പൂണിത്തറയിൽ നിന്ന്. ശ്രീ തിലകൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ലവ് ജിഹാദ് ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് അത് ഉണ്ട് എന്ന് PC ജോർജ് പറയുന്നു. അവിടെ മീനച്ചൽ താലൂക്കിൽ 400 പെൺകുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെയാണ് പറയുന്നത്. 400 പേരുടെ പേര് പോയിട്ട് 4 പേരുടെ വേണ്ട ഒരാളുടെ പോലും പേര് പറയാൻ PC ജോർജിന് അറിയില്ല താനും. വെറുതെ ഇങ്ങനെ വിടുവായത്തം വിളിച്ചു പറയുന്നത്. അതിനെയൊക്കെ പിന്തുണയ്ക്കാൻ KCBC പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കേരളത്തിലെ ഒരു സംഘടന തയ്യാറാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് മഹാ നാണക്കേടല്ലേ? സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, ഈ പറഞ്ഞ പോലെ നാണക്കേട് മാത്രമല്ല, അത് മഹാ കഷ്ടമെന്ന് ഞാൻ പറയും. ഞാനിത് പറയാൻ ഒരു മിനിറ്റ് എനിക്ക് തന്നെ സാറേ, ഞാനിത് പറയാൻ പോകുന്നത് സാറേ, അന്ത്യോക്യയിൽ ഈ ബൈബിളിൽ പറയുന്ന അന്ത്യോക്യയിൽ വെച്ചാണ് ഇവര് ക്രിസ്ത്യാനികൾ എന്ന നാമകരണം ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞ. അതിൽ നിന്ന് ഇങ്ങോട്ട് ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു അപജയം സംഭവിച്ചിട്ടുണ്ട്. അവർ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. പാഷാണ്ഡത കയറിയിട്ടുണ്ടെന്ന് സഭയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാഷാണ്ഡത വന്നിട്ട് പാഷാണ്ഡത മാറാൻ വിശുദ്ധ ഡൊമിനിക്കിന് മാതാവും പ്രത്യക്ഷപ്പെട്ടിട്ട് കൊന്തയൊല്ലാം പറയുന്നുണ്ട്. അതിനകത്തൊക്കെ ഈ കൊന്തയൊല്ലാം പറയും എല്ലാ ദിവസവും പാപി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെ ഈ പാപബോധം സ്വവർഗരതിയിലേക്ക് കടന്നു വന്ന് അവിടെ എല്ലാം അഴുക്കും ചെയ്തു വൈദികരൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഇവര് ബൈബിളിൽ നിന്ന് അകന്ന് പോയത് കൊണ്ടാണ് ഇത്തരം ദുഷ്യം. നമ്മുടെ ഈ കുറച്ചു മുമ്പ് ഒരു സഹോദരൻ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ ലത്തീൻ സുറിയാനി ഈ മലബാർ സഭ അതിനകത്ത് കിടക്കുന്ന അടിയും ബഹളം നമ്മുടെ ഈ ഹൈക്കോടതിയിലെ പള്ളികളെല്ലാം അടച്ചുപൂട്ടി ഈ ബലിപീഠങ്ങളെല്ലാം തല്ലി തകർത്തിട്ട് ഇവർക്ക് ഒരു ഉളുപ്പുമില്ല. ക്രിസ്തുവിനോട് അടുക്കാൻ ഈ വൈദികർ കുപ്പായിട്ടവന്മാർക്ക് ആഗ്രഹവുമില്ല. ഇവർ ഈ പറഞ്ഞ പോലെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉപരിവിപ്ലവമായ കാര്യങ്ങൾ, ആന്തരികമായി ദൈവസ്നേഹമില്ല. പറയുന്നത് കത്തോലിക്ക സഭ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, ദൈവത്തിനെ ഭയങ്കര അധികം ആരാധിക്കുന്നു. ഇവരാന്തരികമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവറ്റകളിൽ ഒരെണ്ണം ക്രിസ്തുവിന് ആത്മാർത്ഥമായിട്ട് ആത്മാവിലും മനസ്സിലും ശരീരം ക്രിസ്തു അങ്ങനെ ആ ക്രിസ്തു സ്നേഹം ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ട ഇടത്താണ് ഈ വക ദുഷ്ടചിന്തകൾ. KCBC ഇത് നിർത്തണം, തിരിച്ച് ക്രിസ്തുവിലേക്ക് പോകണം. അങ്ങനെ ഈ സഭ നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? PC ജോർജ് വന്ന് ലവ് ജിഹാദ് ഉണ്ട് എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തും വിളിച്ചു പറയുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയൊക്കെ ചിലപ്പോൾ താല്പര്യങ്ങൾ കാണും. പക്ഷേ അതിനെയൊക്കെ പിന്തുണയ്ക്കാൻ KCBC പോലെ ഒരു സംഘടന തയ്യാറായാൽ അത് മോശമല്ലേ? നമസ്തേ സാറേ. നമസ്കാരം. അല്ല, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. അതെങ്ങനെയാണ്? കാരണം അഫ്ഗാനിസ്ഥാനിൽ ഒരു പെൺകുട്ടിയും കൊണ്ട് ഒരു പയ്യൻ പോയതും അവരുടെ അച്ഛൻ അശോകൻ ഇവര് കോടതിയിൽ പോയതും
കോടതിയിൽ അത് വിഷയമായതും എല്ലാം ഒരുപാട് ശ്രീ വിജയൻ, അത് ആ വിവാഹം നടന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവരെ ആരെങ്കിലും പ്രണയിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റിയതല്ല, അതറിയാമല്ലോ താങ്കൾക്ക്. അല്ല, വിവാഹം കഴിച്ചല്ല, കോടതിയിൽ ചെന്നപ്പോ പോലും ഇവിടെ ഇപ്പൊ ഈ കൂടുതൽ പേരും സംസാരിക്കുന്നത് അങ്ങനെ ഒരു വിഷയം ഇല്ല, അങ്ങനെ ഒരു വിഷയമില്ല ശ്രീ വിജയൻ. ആ പെൺകുട്ടി മതം മാറിയ ശേഷമാണ് കല്യാണം കഴിച്ചത്. അത് പത്രത്തിൽ പരസ്യം നൽകി കല്യാണം കഴിച്ച പെൺകുട്ടിയാണ്. കണ്ട് ഞാനത് ഒരുപാട് കാലമായില്ലേ ഞാൻ അത് ഇങ്ങനെ കുറച്ച് കഥകളൊക്കെ പ്രചരിപ്പിച്ചിട്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിച്ചില്ലേ, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ തന്നെ അന്വേഷിച്ചിട്ട് ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞില്ലേ? എന്താ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്? അത് ബോർഡും കാര്യങ്ങളും പരസ്യമൊന്നും വെച്ചല്ലല്ലോ സാറേ ഇത് നടത്തുന്നത്. ഇത് എവിടെ രഹസ്യമായി നടന്നാൽ അന്വേഷിക്കാനല്ലേ നമ്മുടെ നാട്ടിൽ പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഒക്കെ ഉള്ളത്? മാഫിയ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരായാലും മുഖ്യമന്ത്രി ആയാലും ആരായാലും ചോദിച്ചാൽ കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലേ പറഞ്ഞത്? കേന്ദ്രമന്ത്രിയല്ലേ പാർലമെന്റിൽ തന്നെ പറഞ്ഞത് ലവ് ജിഹാദ് ഇല്ല എന്ന്? സാറേ അതാ ഞാൻ പറഞ്ഞത്, ഇതിന് പരസ്യവും ഇതും ഒന്നും ഒരു PR വർക്കും ഇല്ലാത്തൊരു സംഭവം. ശ്രീ വിജയൻ, അങ്ങനെ കേരളത്തിൽ എവിടെങ്കിലും നടന്നാൽ നമ്മൾ അറിയില്ലേ? എത്രയോ എടുത്ത് എവിടത്തെ വിജയൻ ഒരു ഉദാഹരണം പറയൂ. ആളുകളെടുത്തും പിന്നെ അവരുടെ ഇതിപ്പോ പരസ്യമായിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ട് ശ്രീ വിജയൻ ഒരു ഉദാഹരണം, വിജയന്റെ ഏതെങ്കിലും താങ്കൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം ഉണ്ടെങ്കിൽ ആ ഒരു ഉദാഹരണം പറയൂ. എനിക്ക് പിന്നെ പരസ്യമായിട്ട് ഇവിടെ എന്റെ ഈ പരിസരത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. എങ്കിൽ അങ്ങനെ കേരളത്തിലില്ല. ഇതെല്ലാം ഈ നിങ്ങൾ മാധ്യമത്തിൽ കൂടെ ഞാൻ കണ്ടത്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അന്വേഷണ ഏജൻസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 2008 മുതൽ കേസ് നടക്കുന്നതാണ്. ആ കേസിനടക്കം കേരള DGP കൊടുത്ത റിപ്പോർട്ടുണ്ട്. കേന്ദ്രത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിൽ എഴുതി നൽകിയ മറുപടിയുണ്ട്. ഇതിനൊന്നും വലിയ പരസ്യവും ശരി വിജയൻ, താങ്കൾ ഇപ്പോഴും അത് എന്തായാലും അങ്ങനെ ഉണ്ട് എന്നത് നമുക്ക് അങ്ങനെ ഇല്ല എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശ്രീ നന്ദകുമാറാണ് കൊടകരയിൽ നിന്നാണ്. ശ്രീ നന്ദകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ PC ജോർജിനെ പോലെ ഒരാൾ ബോധപൂർവമൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്, ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി വാർത്തകൾ നിറയാൻ വേണ്ടി, അതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന നിലപാട് KCBC പോലുള്ള സംഘടന എടുത്താൽ എങ്ങനെയാണ്? PC ജോർജ് പറഞ്ഞു എന്ന് പറഞ്ഞ കല്ലെറിയാൻ വളരെ എളുപ്പമാണ്. കാരണം PC ജോർജിനെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയാണ്. പക്ഷെ PC ജോർജ് പറയുന്നേക്കാൾ എത്രയോ മുന്നേ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാര്, ക്രിസ്ത്യൻ പുരോഹിതന്മാര്, ഹിന്ദു മത നേതാക്കന്മാരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു പേരിലൊന്നും ഇല്ല. പക്ഷെ ഇത് എങ്ങനെയാണ് ഈ ലവ് ജിഹാദ് ആകുന്നത്? ഇത് കലാശാലകളിലാണ് ഇതിന്റെ ബേസ് മുഴുവൻ. ലവ് ജിഹാദ് ഉണ്ടെന്നാണോ? ഉണ്ട്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? പറയാം. ഈ ഒരു പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും എടുക്കുന്ന അതിന്റെ ആ രീതിയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാതെ ശ്രീ നന്ദകുമാർ, ലവ് ജിഹാദ് എന്ന് പറയുന്നത്, ശ്രീ നന്ദകുമാർ കേൾക്കൂ, ലവ് ജിഹാദ് എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവർ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് മുസ്ലിം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ചില മുസ്ലിം മതത്തിലുള്ള പുരുഷന്മാർ 4 വിവാഹം വരെ കഴിക്കാമെന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതര മതക്കാരായ പെൺകുട്ടികളെ പ്രണയിച്ച് കല്യാണം കഴിച്ച് അവരെല്ലാം മുസ്ലിം മതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം കേരളത്തിലില്ല. കേരളത്തിൽ എല്ലാ മതക്കാരും പരസ്പരം പ്രണയിക്കാറുണ്ട്, അവർ വിവാഹം കഴിക്കാറുണ്ട്. അത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും അതിലെ പുരുഷനും സ്ത്രീക്കും ഒന്നും വ്യത്യാസമില്ല. അങ്ങനെ ഒരുപാട് പേർ വന്നിട്ടുണ്ട്. ചിലരൊക്കെ മതം മാറിയിട്ടുണ്ട്, ചിലർ മതം മാറിയിട്ടില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് കൊണ്ടുവരാൻ ആളിനെ കൂട്ടാൻ വേണ്ടി മുസ്ലിം മതത്തിൽ ആരെങ്കിലും ചെറുപ്പക്കാർ അങ്ങനെ ചെയ്തതായി കേരളത്തിൽ ഇതുവരെ തെളിവുകളില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ എന്ത് സന്മനസ് കാണിക്കാത്ത? താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്മുടെ നാട്ടിലൊക്കെ പുരുഷനും സ്ത്രീയും ഇതേമാതിരി സ്നേഹിച്ച് വിവാഹം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വിവാഹം ചെയ്യുന്നവരുടെ പിന്നിലൊന്നും ഒരു ഗ്രൂപ്പും പതിവില്ല. അതിനു വേണ്ടിയിട്ട് ഒരാളും സമരം ചെയ്യാറില്ല. നമ്മുടെ കോടതികളിൽ എന്താ കണ്ടത്? നമ്മുടെ കോടതികളിൽ നമ്മുടെ മുന്നിൽ കണ്ടില്ലേ? ഒരു സ്ത്രീയും പുരുഷനും വിവാഹം ചെയ്യുന്നതിനെ 100 കണക്കിന് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് ഭീഷണി മുഴക്കിയത് നിങ്ങൾ കണ്ടില്ലേ? ഇത് മാത്രമല്ലേ PC ജോർജ് മാത്രമൊന്നുമല്ലല്ലോ. ആരുടെ കാര്യമാണ് താങ്കൾ പറയുന്നത്? ഏത് കേസാണെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് വ്യക്തമായി പറയാം. AK ആന്റണി പറഞ്ഞില്ലേ, അച്യുതാനന്ദൻ പറഞ്ഞില്ലേ? AK ആന്റണി അച്യുതാനന്ദനൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. ശ്രീ നന്ദകുമാർ, AK ആന്റണി അച്യുതാനന്ദൻ പറഞ്ഞില്ല. VS അച്യുതാനന്ദന്റെ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ആ മാധ്യമപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു പ്രേമ വിവാഹത്തിൽ ഇതിനൊരു ഗ്രൂപ്പ് അതിൽ പങ്കെടുക്കുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ വിവാഹം ചെയ്യുന്നതില്
ഒരു സമരവുമായി കൊടി പിടിച്ച് ഭീഷണിപ്പെടുത്തി കൊടി പിടിക്കുന്നതിനൊക്കെ ഇതുമായിട്ട് എന്താണ് ബന്ധം? ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഏതെങ്കിലും മറ്റു മതത്തിലെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് ആ മുസ്ലിം മതത്തിൽ കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിയും. അവർ മതം മാറും, മതം മാറാതിരിക്കും. അപ്പൊ ഞാൻ പറയണത്, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു അന്യ മതത്തിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തതിന് എന്തിനാണ് നൂറുകണക്കിന് പേര് അതിന്റെ പിന്നിൽ കൂടുന്നത്? എത്രയോ പേര് നാട്ടിൽ വിവാഹം കഴിയും. ഈ മതങ്ങൾ തമ്മിൽ വിവാഹം, ഒരു ക്രിസ്ത്യാനിയെ ഒരു ഹിന്ദു വിവാഹം ചെയ്താൽ ചിലപ്പോൾ ചെറുപ്പക്കാരന്റെ കൂട്ടുകാർ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കൂട്ടുകാരൊക്കെ കൂടെ നിന്നിരിക്കും. അവിടെ നിയമവ്യവസ്ഥയുണ്ട് അവരെ സംരക്ഷിക്കാൻ. അതിനുവേണ്ടി അതിനപ്പുറം ചിലപ്പോൾ ആളുകൾ നിന്നിരിക്കും. ആ നിയമവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടിലെ പ്രമാണിമാർ ഇറങ്ങില്ലേ? എങ്ങനെയാത്? ഇത് കോടതി അംഗീകരിച്ചു കൊടുക്കില്ലേ? ഒരു പുരുഷനും സ്ത്രീയും വിവാഹം ചെയ്താൽ കോടതി അംഗീകരിച്ചു കൊടുത്തില്ലേ? കോടതിയിലൊക്കെ കൊണ്ടുപോകുന്നതിന് മുമ്പേ നാട്ടുകാരെ തല്ലാനടക്കം നിൽക്കില്ല ഈ നാട്ടിലെ ഈ വലിയ മതമേധാവികളൊക്കെ? സ്നേഹം പഠിപ്പിക്കുന്ന മതത്തിന്റെ ആചാര്യന്മാരൊക്കെ പറയില്ലേ എന്റെ മതത്തിൽ ഇതര മതത്തിലേക്ക് പോകരുതെന്ന് പറയുന്നവരല്ലേ? ഒരു സ്ത്രീ, ഒരു സംഘടനകൾ എന്തിനാ ഇതിന് പിന്തുണ കൊടുക്കുന്നത്? സംഘടനകൾ പല സംഘടനകൾ പിന്തുണ കൊടുത്താൽ എന്താണ് തെറ്റ്? സംഘടനകളിലെ സംഭാവന പിരിക്കുന്നത് ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ്. അതിനെയാണ് ശ്രീ നന്ദകുമാർ കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിച്ചിട്ട് എവിടെയും ലവ് ജിഹാദ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടില്ല. പിന്നെ നന്ദകുമാർ മാത്രമേ എവിടുന്നാണ് കണ്ടെത്തുന്നത് എനിക്കറിയില്ല. അതിനു വേണ്ടിയിട്ട് ഒരു സംഘടന മുന്നിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മുന്നിട്ട് ഇറങ്ങുന്നതിനെയാണ് ലവ് ജിഹാദ്. ശ്രീ നന്ദകുമാർ അങ്ങനെ കരുതിക്കോളൂ. എന്തായാലും അതിനെയല്ല ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഒരു മതത്തിൽ ആളെ കൂട്ടാൻ വേണ്ടി മറ്റു മതത്തിൽ നിന്ന് സ്ത്രീകളെ പ്രണയിച്ച് 4 പേരോളം പ്രണയിച്ച് വിവാഹം കഴിച്ച് അവരെല്ലാം മതം മാറ്റുന്ന അങ്ങനത്തെ കേസുകളൊന്നും എന്തായാലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ആ പ്രധാനപ്പെട്ട ഉണ്ടായ കേസുകൾ തന്നെ 2ഓ 3ഓ കേസുകളാണ്. അതിൽ തന്നെ ഉള്ളത് ചിലർ മുസ്ലിം ചെറുപ്പക്കാരായിരുന്നില്ല, ക്രിസ്ത്യൻ ചെറുപ്പക്കാർ കൂടിയായിരുന്നു. ഈ ഇവിടേക്ക് പോയ 8 അംഗ ഗ്രൂപ്പിലെ 2 പേർ ക്രിസ്ത്യാനികൾ കൂടിയായിരുന്നു. അതുകൂടി താങ്കൾക്ക് മനസ്സിലാക്കണം. എന്തായാലും ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഈ PC ജോർജ് പറയുന്നു ലവ് ജിഹാദ് ഉണ്ട്, 400 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയെന്നൊക്കെ. അതൊക്കെ പറയുന്നതിനെ അയാൾ പറഞ്ഞതെല്ലാം ശരിയാണ്, എന്നാൽ തെറ്റൊന്നുമില്ല എന്ന മട്ടിൽ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന പ്രസ്താവന KCBCയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതന്മാർ അടങ്ങുന്ന ഒരു സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. പിന്നെ ഇപ്പൊ സാറ് ഇതിന്റെ തൊട്ട് മുന്നിൽ 2 ആളെ കുറച്ച് ഉപദേശിച്ചു. ആ ഉപദേശിച്ചത് ആ 2 പേരും അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഐറ്റങ്ങൾക്ക് ഇല്ല. പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ തൊള്ളട്ട് അവരെ നന്നാക്കാൻ നടക്കുന്നത്? ഈ നാട്ടില് അവർക്ക് ഇതായത് നിങ്ങളെ ചങ്കും കൊല്ലിയും വേനാക്കിയാണ് അവരോട് അവരെ ഒഴിവാക്കണം. പിന്നെ വേറൊന്ന്, ഈ PC ജോർജ് അതും ഇതും അതിന്റെ അപ്പുറമൊക്കെ പറഞ്ഞ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ KCBC എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എന്ന് വേണ്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ സംഘടനയാണ്. അവർക്ക് ഒട്ടും ഉളുപ്പില്ല. അവർക്ക് ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഈ PC ജോർജ് പറഞ്ഞതിന് സമ്മതിക്കോ? അപ്പൊ അതിനൊപ്പം നടക്കും. അവർ KCBC പ്രധാനപ്പെട്ട സംഘടന. ആ KCBCന്റെ ഉള്ളൊന്ന് വായിച്ചു നോക്കാൻ പറയും ഇവരോടൊക്കെ. എന്നിട്ട് ഇവര് 2 ആളും കടന്നിട്ട് സാറിനിട്ട് ഇടങ്ങാറാക്കുക. അത്തരം ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി, അത്ര പഠിച്ചാൽ മതി. എനിക്ക് പറയാനുള്ളത്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ എബ്രഹാമാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ എബ്രഹാം, താങ്കൾ ഈ വാർത്തയൊക്കെ കണ്ടു കാണുമല്ലോ, കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയും കണ്ടു കാണുമല്ലോ. സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയുടെ ഭാഗത്ത് നടക്കാം PC ജോർജിന് പിന്തുണയുമായി പ്രസ്താവന വരികയാണ്. ഹലോ മിസ്റ്റർ കിരൺ പറഞ്ഞോളൂ. കിരൺ, ഇത് വെറുതെ ക്രിസ്ത്യൻ ചർച്ചിനെയും KCBC ഒക്കെ ടാർണിഷ് ചെയ്യേണ്ട ആവശ്യം എന്താ? ലവ് ജിഹാദ് എന്ന് പറഞ്ഞാല് തീവ്രവാദികള് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നതാണ്. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പലതും കാണും കേരളത്തിലും അഫ്ഗാനിസ്ഥാനിലും. കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഈ നിങ്ങൾ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ടീമിൽ ഉൾപ്പെടുന്ന എന്തെങ്കിലും ഒരു സംഭവം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഡെഫിനറ്റ് അല്ലേ? അതെ, എന്നാൽ പിന്നെ ഒരു തെളിവെങ്കിലും വേണ്ടേ? കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു, കേരള പോലീസ് അന്വേഷിച്ചു, പക്ഷെ അവിടെയെങ്കിലും ഒരു തെളിവും കണ്ടെടുത്തിട്ടില്ല. ഈ കേരള പോലീസിനോ കേന്ദ്ര ഏജൻസിക്കോ ഈ നർക്കോട്ടിക് വ്യാപനത്തെ പറ്റി എത്ര തെളിവ് കിട്ടുന്നു? നർക്കോട്ടിക് വ്യാപനമാണോ ഈ ഇത്തരം ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടെത്താനായിട്ട് വലിയ പ്രയാസമുള്ള കാര്യമാണോ? നാട്ടിൽ ഏതെങ്കിലും 2 പേർ ജാതി മാറി കല്യാണം കഴിച്ചാൽ വരെ നാട്ടിൽ വാർത്തയാവുന്ന കേരളത്തെ പോലെ നാട്ടിൽ മതം മാറി മറ്റു മതത്തിൽ കല്യാണം കഴിച്ചാൽ അതൊക്കെ കണ്ടെത്താനായിട്ട് വലിയ പ്രയാസമുണ്ട്. കിരൺ, എത്രയോ വിവാഹങ്ങള് അൺനോട്ടീസ്ഡ് ആയിട്ടും അൺനോൺ ആയിട്ടും പോകുന്നു. ആരെങ്കിലും ഒക്കെ അങ്ങനെ വിവാഹം കഴിക്കുന്നതിന് വല്ല തെറ്റുമുണ്ടോ? അപ്പൊ അതേമാതിരി ഇങ്ങനെയുള്ള തീവ്രവാദികള് ദുരുദ്ദേശപരമായിട്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുക. എങ്ങനെയാണ് താങ്കൾ അത് പറയുന്നത്? ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും മുസ്ലിം പെൺകുട്ടികളെയും ഇതര മതത്തിലെ ആൺകുട്ടികൾ വിവാഹം കഴിക്കാറുണ്ട്.
അങ്ങനെ അവരാരും എല്ലാവരും ഒന്നും അംഗീകരിച്ചൊന്നുമല്ല വിവാഹം കഴിക്കുന്നത്. ചിലപ്പോൾ സമൂഹത്തെ വെല്ലുവിളിച്ചായിരിക്കും അവർ വിവാഹം കഴിക്കുന്നത്. അതൊക്കെ ഇന്നല്ല, ഈ എത്രയോ നൂറ്റാണ്ടുകളായി നടക്കുന്ന കാര്യമാണ്. അതിനൊക്കെ സ്വാഭാവികമായി ഈ സഭയുടെ ഒക്കെ തലവന്മാർ പറഞ്ഞു കൊടുക്കേണ്ടത് സ്നേഹമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ മതക്കാരെ മാത്രമല്ല എല്ലാ മതക്കാരെയും സ്നേഹിക്കണമെന്നല്ലേ പഠിപ്പിക്കേണ്ടത്. ഇതര മതസ്ഥനെ ആയാലും സ്നേഹിച്ചാൽ അവനെ വിവാഹം കഴിക്കാൻ അവർ മുൻകൈ എടുത്ത് മുന്നിൽ നിൽക്കുകയല്ലേ വേണ്ടത്. അതത്ര താല്പര്യപൂർവ്വം അവര് ചെയ്യണം. അതെന്താണ് അവർ പഠിക്കുന്ന മതം, അവർ പഠിക്കുന്ന വേദപുസ്തകങ്ങൾ കൃത്യമായി പഠിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടെങ്കിൽ അവർ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. വേദോത്സവത്തിൽ ഇന്റർകാസ്റ്റ് മാരേജിനെ പറ്റി ഒന്നും പറയുന്നില്ല. മറ്റ് മതത്തിൽ വിവാഹം കഴിക്കരുതെന്ന് പറയുന്നില്ലല്ലോ. വേദോത്സവത്തിൽ പറയുന്ന മാരേജ് മുഴുവൻ ജൂയിഷ് മാരേജ് ആണ്. അത് ഒന്നും മനസ്സിലാക്കണം. വേദപുസ്തകം ഇതിനും കൂടെ ബന്ധിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനിറ്റിയെ ഇതും കൂടെ ബന്ധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഏത് മതമായാലും, ക്രിസ്ത്യൻ മതമായാലും ഹിന്ദു മതമായാലും മുസ്ലിം മതമായാലും, ഒരു മതവും സ്നേഹം പഠിപ്പിക്കുന്ന മതത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്നേഹിച്ചതിന്റെ പേരിൽ അവരെ തള്ളിക്കളയണം എന്ന് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് എനിക്കൊരു 85 വർഷത്തെ ജീവിത പറഞ്ഞോളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. അതായത് എല്ലാ വിവാഹവും എല്ലാരും അറിഞ്ഞിട്ടും എല്ലായിടത്തും പബ്ലിഷ് ചെയ്തിട്ടും ഒന്നും അല്ല പോകുന്നത്. ഇപ്പോഴല്ല, വളരെ റീസെന്റ് ആയിട്ട് വിവാഹ രജിസ്ട്രേഷൻ തന്നെ നടക്കുന്നുള്ളൂ. അപ്പം ഒരാളിനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഒരു വിഷമവും ഇല്ല. കേരളത്തിൽ നിന്നല്ല, രാജസ്ഥാനിലും നടക്കുന്നുണ്ട്, ബംഗാളിലും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യരെ ഒന്നും തട്ടിക്കൊണ്ടു പോയാൽ ആരും അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും അറിയാതിരിക്കും. പേടിയാണത് പറയാൻ. ശരി ശ്രീ എബ്രഹാം, അങ്ങനെയൊന്നും ആളുകൾക്ക് പേടിയൊന്നുമില്ല. കേരളത്തിലൊന്നും അങ്ങനെ ഒരാളെ തട്ടിക്കൊണ്ടു പോയിട്ട് ആരും അറിയാതെ രഹസ്യമായി തട്ടിക്കൊണ്ടുപോയി. ഇവിടെ തന്നെ ഇത് സംസാരിക്കുന്നത് ഞാൻ പേടിച്ചാണ്. എന്തിനാണ് താങ്കൾ പേടിക്കുന്നത്? താങ്കൾ എന്തിനാണ് ഭയക്കുന്നത്? താങ്കളുടെ 85 വർഷത്തെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എത്രയാണ് പറയൂ. അതിപ്പോ ട്രെയിനെ വെച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചോദിക്കാല്ല. കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം, കേരളത്തിലെ ഒരാൾ ഈ ഒരു പൊതുവേദിയിൽ പറഞ്ഞതിന്റെ പേരിൽ താങ്കൾക്ക് ഇങ്ങനെ ഒരിടത്ത് വിവാഹം നടന്നു, ആ വിവാഹം പറഞ്ഞതിന്റെ പേരിൽ വല്ല അപകടം ഉണ്ടാവോ? ഇല്ലല്ലോ. ഉണ്ടാവും. താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകാം, അതിന് ഒരുപാട് സാധ്യത. അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്? എന്തായാലും നമ്മുടെ മുന്നിൽ അങ്ങനെയുള്ള തെളിവുകൾ ഒന്നും കേരളത്തെ സംബന്ധിച്ചില്ല. അതിന് ഏത് മതമായാലും അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആര് ഭരിച്ചാലും കേരളത്തിന് അതിൻ്റെതായ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ എങ്ങനെയാണ് ഈ KCBC PC ജോർജിനെ പിന്തുണയ്ക്കുന്ന ഈ നിലപാടിനോട് താങ്കളുടെ പ്രതികരണം? ഞാൻ പറയുന്നത് കേൾക്കണം, ഇങ്ങോട്ട് തർക്കിക്കരുത്. കാരണം PC ജോർജിനെ കുറിച്ച് ഒന്നുമല്ല പറയുന്നത്. അങ്ങനെ ഒരു വാക്കിലും എനിക്ക് വലിയ താല്പര്യമില്ല. എല്ലാവരും ജിഹാദ് എന്നൊക്കെ പറയുന്നതില്. കാരണം പ്രായപൂർത്തിയായ പെൺകുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരുമാനം എടുക്കാനുള്ള ഇതുണ്ട്. അപ്പൊ ഇനീഷ്യലി ആദ്യത്തെ കുറച്ച് സ്റ്റേജിൽ, പിന്നെ ഈ പ്രസ്തുത സമുദായം സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നോട്ട് പോയി മറ്റുള്ളവരെക്കാളും ഒക്കെ. കാരണം ഗൾഫും മറ്റുള്ള ഇൻഫ്ലുവൻസ് ആവുന്ന അവരെ കുറ്റം പറയില്ല, കേരളത്തിൽ വിദ്യാഭ്യാസമുള്ളവരൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ ഇസ്ലാം മതത്തോടൊന്നും ആർക്കും യാതൊരു വിരോധമില്ല. പാലക്കാട് തങ്ങൾമാരെയും അതേപോലെ കാന്തപുരത്തിലേക്ക് വളരെ റെസ്പെക്ട് നമ്മൾ കാണുന്നത്. കാന്തപുരം ഈവൻ കാശ്മീരിലെ തീവ്രവാദത്തിന് വരെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റേ ഒരു എക്സ്ട്രീമിസം എന്ന് പറയുന്ന ഒരു എലിമെന്റ് അവരുടെ ഉണ്ട്. അപ്പൊ അതിന് കൂടുതലായിട്ട് അങ്ങനെ ഒരു നിമിഷാപാത്തിന് എന്തോ ഒരു പെൺകുട്ടി അമ്മ വന്നിട്ട് TV-യിൽ ഞാൻ പറയുന്ന കേട്ടതാ, ഞങ്ങളുടെ മുസ്ലിം സഹോദരന്മാരും അതടുത്ത് അവരേക്ക് കല്യാണം കഴിച്ചു ഇവിടെ കൂടിക്കോട്ടെ, കുഴപ്പമില്ല. ഇന്ത്യ ഇത്രയും വളരാത്ത സ്റ്റേറ്റാണ്. ഇവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിന്നോ? ഞാൻ എന്താണ് ആ ഒരു സിനിമയുടെ പേര് കേരള സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട് കണ്ടു. ശ്രീ ഡേവിഡ് വിജയ്, ഞാനൊരു വിഷയം പറഞ്ഞോട്ടെ. താങ്കൾ പറഞ്ഞത് പറഞ്ഞാണെന്നും താങ്കൾ പറയുന്ന വിഷയം അല്ലല്ല, ജസ്റ്റ് അന്ന് പറയട്ടെ. ശ്രീ ഡേവിഡ് വിജയ്, 8 പേര് സിറിയയിലേക്ക് പോയതാണ് താങ്കൾ പറയുന്ന വിഷയം. ആ 8 പേർ പോയതിൽ 2 പേർ ക്രിസ്ത്യാനികളായിരുന്നു, അതറിയാമല്ലോ താങ്കൾക്ക്. അതിൽ 2 പേർ ക്രിസ്ത്യാനികളായിരുന്നു. അതിനകത്ത് ആരെങ്കിലും അങ്ങനെ ഇവിടുന്ന് ഒരു മുസ്ലിം മതത്തിലെയോ ക്രിസ്ത്യൻ മതത്തിലെയോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവരെ മുസ്ലിമാക്കി അങ്ങനെ കൊണ്ടുപോയ ഒരു കേസല്ലത്. അതിൽ 2 പേർ, പ്രധാനപ്പെട്ട 2 പ്രതികൾ ക്രിസ്ത്യാനികൾ കൂടിയാണ്. ഞാൻ അങ്ങോട്ട് പറയട്ടെ, അതാണ് ഇങ്ങോട്ട് താങ്കൾ പറയാൻ ഒരു തിരോധാന കേസ് എന്ന് പറഞ്ഞു. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. എന്നാൽ അവർ വന്ന് വ്യക്തമായിട്ട് പറയണ്ട, ഇതുവരെയ്ക്കില്ല. ആ പെൺകുട്ടി പറക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്, അതിനുശേഷം അവിടെ പോയി വളരെ സോഷ്യൽ മീഡിയ എടുത്തിട്ടേക്കുക.
ശ്രീ അങ്ങനെയൊക്കെ ഡേവിഡ് അങ്ങനെയൊക്കെ കാണാതായി പോകുന്ന സ്ത്രീകളെല്ലാം ഇങ്ങനെ കൊണ്ടുപോയതാണ് എന്നൊക്കെ പറയാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് വേണ്ടേ? ചെറുതായിട്ടുണ്ടാകാം, പക്ഷെ അതേക്കുറിച്ചൊന്നും നമ്മൾ എല്ലാവരും പിന്നെ KCBC എന്ന് പറയുന്നത് എനിക്ക് വലിയ അപ്രമാദിത്വമൊന്നുമില്ല. കാരണം അവിടെ എറണാകുളത്തുനിന്ന് ഞാൻ കണ്ടതാണ്, നമ്മുടെ പള്ളിയിൽ പണ്ട് കാൽകൈ ശുശ്രൂഷകളൊക്കെ പങ്കെടുത്തൊരു ചങ്ങാതി ഇങ്ങനെ കുറച്ചേര് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ കാര്യമൊന്നും ഡൽഹിയിൽ പ്രസന്റ് ചെയ്യാൻ പറയാതെ കേൾക്കുന്നത്. എന്നിട്ട് അവർ അച്ഛൻ അവിടെ ഇരുന്നോണ്ട് പുകഴ്ത്തുന്നത് കേട്ടോ പണ്ട് ഇങ്ങനെ എറണാകുളത്ത് MP ആയിട്ട് ജയിച്ചപ്പോ. അത് പല വിധത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ ഇത്ര വലിയ ഹൈലൈറ്റ് ചെയ്യേണ്ട പ്രശ്നമില്ല. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ ലവ് ജിഹാദ് എന്നുള്ള സംഭവം, പറഞ്ഞോളൂ. ലവ് ജിഹാദ് എന്നുള്ള സംഭവം എന്താണ് ഇവർ പറയുന്നത്? ഒരു പെണ്ണിനെ സ്നേഹിക്കുക, അതിനെ മറ്റു നാടുകളിലേക്ക് ഭീകരപ്രവർത്തനത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോവുക, ഇതൊക്കെയല്ലേ ലവ് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ടേമൊക്കെ പറയുന്നത് മുസ്ലിം മതത്തിൽപ്പെടുന്ന പുരുഷന്മാർക്ക് 4 വിവാഹം കഴിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റു മതത്തിലെ 4 പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവരെല്ലാം മുസ്ലിം ആക്കുന്നു, അങ്ങനെ ആ മതത്തിന്റെ ആളുകളുടെ എണ്ണം കൂട്ടുന്നു. അതിനാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഇവർ പറയുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം പോലും ഉദാഹരണമായിട്ട് കാണിക്കാനുമില്ല. ഇതുവരെ ഉദാഹരണമായി ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ പറഞ്ഞു നടക്കുന്നതെന്ന് ചിലർക്ക് ഇത് പറയുന്നതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്. ആ ലക്ഷ്യങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം. അത് തന്നെയാണ് PC ജോർജ് പറഞ്ഞൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ PC ജോർജ് ഇപ്പോഴത്തെ പാർട്ടിയൊക്കെ വെച്ച് ചിലപ്പോൾ പറഞ്ഞായിരിക്കും. പക്ഷെ അതിനൊക്കെ KCBC പോലെ ഒരു സംഘടന അതിനൊക്കെ പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത മോശം. അവരുദ്ദേശിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ആൾക്കാര് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടികളും അല്ലെങ്കിൽ ഏത് മതത്തിലെ പെൺകുട്ടികളും മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചു പോകുന്നത് എങ്ങനെയും പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ അന്വേഷിക്കുന്നത്. അത് തന്നെയാണ് ശ്രീ കൃഷ്ണൻകുട്ടി. ശരി, ഈ പുരോഹിതന്മാർ പലരുടെയും ഭയം എന്ന് പറയുന്നത് സ്വന്തം മതത്തിൽ നിന്നല്ലാതെ മറ്റു മതത്തിൽ നിന്ന് ആരെങ്കിലും പെൺകുട്ടികൾ വിവാഹം കഴിച്ചു പോയാൽ, പെൺകുട്ടികളൊക്കെ ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം, അതിൽ ആൺകുട്ടികൾ വിവാഹം കഴിച്ച് കൊണ്ടുവന്നാൽ അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ പെൺകുട്ടികൾ മറ്റു മതത്തിലേക്ക് വിവാഹം കഴിച്ചാൽ അവർക്ക് വലിയ പ്രയാസമാണ്. അവർക്ക് എണ്ണം കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയമാണ്. എല്ലാ മതം, ക്രിസ്ത്യൻ മതം മാത്രമല്ല, എല്ലാ മതത്തിലും ഇതൊക്കെ തന്നെ. ശരി, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. നടക്കുന്ന കാര്യമല്ല, കാരണം നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കുന്നത് നമ്മുടെ ടൗണിൽ പോലും അല്ല. അവര് ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ മറ്റുള്ള സ്ഥലങ്ങളിലാണ്. അതെ അതെ, അവര് ഇന്റർനാഷണൽ ആണ് ഇപ്പോൾ നമ്മുടെ പിള്ളേര്, ഇന്റർനാഷണൽ നാഷണലും അല്ല. ശരി, ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് പറയാം. അതായത് വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു നിലപാടാണ് ഈ KCBC നടത്തിയിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ നാട്ടിലെ, ഈ മതേതര ആ സാഹചര്യത്തിൽ നിന്ന് അതിനെ ഒരു കളങ്കരഹിതമാക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഒരു അശ്ലീലമായ ഒരു വർത്തമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജ് ഒരു മഹാപാതകം പറഞ്ഞപ്പോഴാണ് കോടതി ഇടപെടുകയും കോടതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഉപാധികളോടെ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുകയുമാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം അത് ലംഘിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് കോടതി സ്വയം കേസെടുത്തുകൊണ്ട് അദ്ദേഹത്തെ തുറുങ്കിലടക്കേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ട് കോടതി ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതേപോലെ തന്നെ കേരളീയ ശരി, ശ്രീ റഷീദ്. ശ്രീ സബീറാണ് ദുബൈയിൽ നിന്ന്. ശ്രീ സബീർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ക്രിയേഷനാണ്. കാരണം ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുക, എന്തെങ്കിലും കാര്യലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു വിഷയം മാത്രമേ ഇവർ ഇതിനകത്ത് കാണുന്നുള്ളൂ. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. അപ്പോൾ ഈ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്, PC ജോർജ് ഒരു കാലത്ത് നല്ലൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയം അദ്ദേഹം സ്വയം നശിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു കാലത്ത് കോൺഗ്രസിലും പിന്നെ കമ്മ്യൂണിസത്തിലും പല പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മാറി മാറി കാലൂന്നി നടന്നിട്ട് അവസാനം പല സ്റ്റേജുകളിൽ ഞാനടക്കം കണ്ടിട്ടുണ്ട്, ഈ മീഡിയയിൽ കൂടി തന്നെ കണ്ടിട്ടുണ്ട്. മുസ്ലിം പരിപാടികളിൽ പോയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് തന്നെ ജനങ്ങളെ പറ്റിച്ച് അന്നേ ഞങ്ങളൊക്കെ മനസ്സിൽ കൂട്ടിയതാണ് ഇദ്ദേഹം ഒരു യഥാർത്ഥ തീവ്രവാദിയാണ് ശരിക്കും PC ജോർജ് എന്നുള്ളത്. ഇവിടെ ലവ് ജിഹാദ് എന്നൊരു വിഷയം ശരിക്കും പറഞ്ഞാൽ ലവ് ജിഹാദ് ഇല്ല. ഇപ്പൊ സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളെ തമ്മിൽ ഒരുമിപ്പിക്കുകയാണോ വേണ്ടത്, പിണക്കുകയാണോ വേണ്ടത്?
അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ശ്രീ സബീർ. ഇപ്പൊ എന്റെ മകൻ ഒരാളിന്റെ മകളെ ഇഷ്ടപ്പെട്ടു, അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ശൂദ്രനോ വൈശ്യനോ ആരോ ആയിക്കോട്ടെ, ആ കുട്ടിയെ സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് കാണിച്ചാൽ അതല്ലേ ഏറ്റവും നല്ല മാതാപിതാക്കൾ? അത് തന്നെയാണ് വേണ്ടത്. അത് ഏത് മതത്തിലായാലും അങ്ങനെയാണ്. പക്ഷേ ഈ മത നേതാക്കന്മാരെല്ലാം പൊതു സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് സ്വന്തം മതത്തിൽ നിന്നുള്ള ഏതെങ്കിലും പെൺകുട്ടികളെ മറ്റു മതത്തിലെ ആരെങ്കിലും ആൺകുട്ടികൾ വിവാഹം കഴിച്ചാൽ അവർക്ക് തീരെ സഹിക്കില്ല. പലർക്കും അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ളവർ ഇപ്പോഴും കുറവല്ല. അത് ഏറ്റവും കൂടുതൽ കൊള്ളുന്നതെന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കൾക്കാണ്. ശരിയാണ്, മാതാപിതാക്കൾക്ക് ഒരുപാട് കൊള്ളുന്നൊന്നുമല്ല. അവരെ ആ തരത്തിലേക്ക് ആക്കാൻ വേണ്ടി ഈ ഓരോ ഇപ്പോൾ ഒരു സഭയിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉള്ള പുരോഹിതന്മാരോ അല്ലെങ്കിൽ നാട്ടിലെ പ്രമാണിമാരൊക്കെ നിങ്ങളുടെ മകളെ മറ്റൊരു മതത്തിലെ ആളിനെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ അച്ഛനെയും അമ്മയും അവർ വെച്ചേക്കോ? അവരെല്ലാവരുടെ മാനസികമായി പീഡിപ്പിക്കില്ലേ? സ്വാഭാവികമായും അവരും അങ്ങനെ പെട്ടുപോകും. പാവങ്ങളെ അച്ഛനും അമ്മയും അവരുടെ ഇഷ്ടത്തിനൊന്നും ആയിരിക്കത്തില്ല അതിനെ എതിർക്കുന്നത്. എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ന് നമ്മുടെ നമ്മളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ പൂജ, നമ്മളെ ഇത് നടക്കുകയല്ലേ, പൊങ്കാല നടക്കുന്നു. ഈ പൊങ്കാലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് മണക്കാട് പ്രദേശങ്ങളിലെ പള്ളികൾ പോലും തുറന്നു കൊടുത്ത് എല്ലാ മനുഷ്യരും, നാം മനുഷ്യരാണ്, മനുഷ്യർ ഒരുമിച്ച്. കേരളത്തിൽ അങ്ങനെയാണ് സമീർ. കേരളത്തിലെ എവിടെയായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും എല്ലാം പരസ്പരം ഉത്സവങ്ങൾ വരുന്നത് നാടിന്റെ ഉത്സവങ്ങൾ ആ നാടിന്റെ ഉത്സവമായിട്ടാണ് ഏറ്റെടുക്കുന്നത്. അതിനെ മാറ്റാൻ വേണ്ടിയാണ് എപ്പോഴും മത തീവ്രവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു മതക്കാർ എല്ലാവരും പള്ളിയിലെ പെരുന്നാളായാലും അമ്പലത്തിൽ ഉത്സവമായാലും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു പൊതു രീതി. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരമുണ്ട് ശ്രീ ബാലകൃഷ്ണൻ, പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാർ, ഈ വന്ന് ആരാണ് ഈ മതേതരവാദികളെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല സാർ. PC ജോർജ് എന്താണ് സാർ ഈ അപരാധം ചെയ്യുന്നത്? PC ജോർജ് സത്യം പറയുമ്പോൾ താങ്കളുടെ ചാനലിൽ എന്താ ഇത്ര ചൊറിച്ച്? PC ജോർജ് എന്ത് സത്യമാ ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞു? എന്താ സാർ സത്യം പറയാത്ത? ഒരു ഇസ്ലാം മതത്തിലെ പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു ഇസ്ലാമായ ഒരു യുവാവ് ഒരു ഹിന്ദു യുവതിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അവർ മതം മാറ്റി സത്യസരണിയിലാണ് സാർ കൊണ്ടുവന്നത്. എവിടെയാണ് സാർ മതേതരത്വം? ശ്രീ ബാലകൃഷ്ണൻ, ചെറിയ സംശയം. കേരളത്തിൽ എത്രയോ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ, എത്രയോ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിം മതത്തിലെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു. അതിൽ എത്രയോ പേർ മതം മാറ്റുന്നു. ആ മതം മാറ്റമൊന്നും ഈ ലവ് ജിഹാദിൽ പെടില്ലേ? ഞാൻ ചോദിക്കട്ടെ സാർ, ലഹു ജിഹാദ് ഇല്ല. ഈ PC ജോർജിനെ ഉള്ളിലെടുക്കാൻ താങ്കളുടെ ചാനലും കുറെ ആൾക്കാരും കുറെ സുഡാപ്പികളും കുറെ കാലം ഇറങ്ങി പുറപ്പെടുത്തി. വിവരക്കേട് പറഞ്ഞാൽ പിന്നെ വിവരക്കേടാണ് പറഞ്ഞത്. താങ്കൾ അന്നെന്താ പറഞ്ഞത്? ഉള്ളിലായില്ലേ? കോടതി എന്താ ചെയ്തത് സാർ? ഇപ്പോൾ എങ്ങനെയാണ് 921 ഊതിയ കത്തി ഞങ്ങൾ കുറെ ഇട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 921 കഥയൊന്നും പറയണ്ട ശ്രീ ബാലകൃഷ്ണൻ. ഇതൊക്കെ കുറെ കാലമായി ഇപ്പോൾ പുതിയ നറേറ്റീവ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആളുകൾ. ഈ കഥകളെ കുറിച്ചൊക്കെ മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. PC ജോർജിന് പിണ്ണാക്കും ചെയ്യാൻ പറ്റൂല. PC ജോർജിനെ പിണ്ണാക്ക് ചെയ്യണോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ ആളാ PC ജോർജ്. അങ്ങനെ തന്നെ പറയുകയാ. അതുകൊണ്ടാണ് കേരള സർക്കാർ കോലം പോലെ ന്യൂസ് 18 ചാനലും കേരള സർക്കാരും കോലം പോലെ നോക്കിക്കോ. ശരി, ഓക്കെ ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ വല്ലാതെ ചെയ്യാനാവൂല. അദ്ദേഹം പറഞ്ഞത് കാര്യം പറയുമ്പോ ചൊറിയണ്ട. അദ്ദേഹം കാര്യം പറയുന്നതല്ല, അദ്ദേഹം കോടതിക്ക് തോന്നിയോണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത്. മനസ്സിലായോ? ജാമ്യം കൊടുക്കുന്നതല്ല, കൊലയാളികൾക്ക് ജാമ്യം കൊടുത്തത് താങ്കൾ എന്താ പറയുക? താങ്കൾ എന്നോട് ചോദിച്ചില്ലേ കഴിഞ്ഞ ചർച്ചയിൽ ഉള്ളിലായില്ലേന്ന്? ഉള്ളിലായല്ലോ. എന്തിനു സാർ? എത്ര ദിവസം? സർക്കാരിന്റെ താല്പര്യത്തിന് ഉള്ളിലാവും സാർ. അദ്ദേഹം ജാമ്യത്തിലാണ്. 921 ഊരി ആർക്കെതിരായിട്ട്? RSSനെതിരായിട്ടോ ഊരി ഹിന്ദുക്കെതിരായിട്ടോ? ശരി, ഓക്കെ. ഹിന്ദുക്കൾക്കെതിരെ ഒന്നും അല്ല 921 കലാപം. അതൊക്കെ താങ്കളെ മാറ്റി വെച്ചേരെ. അങ്ങനെയൊന്നും അല്ല. ചരിത്രം താങ്കൾ ചൊറിച്ചിൽ പറ്റൂല. ശരി, ഓക്കെ. എന്തായാലും ആകട്ടെ, നടക്കട്ടെ കാര്യം താങ്കളുടേത്. ശ്രീ അച്യുതനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ അച്യുതൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ശ്രീ അച്യുതൻ, കേൾക്കാമോ? കേൾക്കണില്ലേ? പറയുന്നത് കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച എടുത്തിടാൻ എന്താ ഒരു കാരണം? നല്ലൊരു ചർച്ച നടത്തിക്കൂടോ? ഇത് ചർച്ച അല്ലേ ഇനി വേണ്ടിയത്? ഇതൊരു ഡിബേറ്റ് 3 മതത്തിന്റെ ആൾക്കാരെ വിളിച്ചു വരുത്തിട്ട് നിങ്ങളൊരു ഡിബേറ്റ് നടത്തേണ്ടിയിരുന്നു. അല്ലാതെ ഇത് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചർച്ച ജനങ്ങളല്ലേ നമ്മൾ ശ്രീ അച്യുതൻ. ഇത് എപ്പോഴും ഈ ഡിബേറ്റിനൊക്കെ വരുന്ന പ്രതിനിധികൾ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങൾ കേൾക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് വ്യക്തമായ അഭിപ്രായങ്ങൾ അതിനേക്കാൾ ശക്തമായി ചിലപ്പോൾ പറയാൻ കാണും. അവർക്ക് അങ്ങനെ അഭിപ്രായങ്ങൾ തിരിച്ച് മാധ്യമങ്ങൾ എപ്പോഴും അങ്ങോട്ട് മാത്രം പറഞ്ഞാൽ പോരാല്ലോ, തിരിച്ചു പറയുന്നത് കൂടി കേൾക്കണമല്ലോ. അങ്ങനെ ഒരു പറയാൻ അവസരം വേണം എന്നുള്ളത് കൊണ്ടാണ് എപ്പോഴും ഒരു ഭാഗത്തേക്ക് മാത്രം സംരക്ഷണം പോരാ, തിരികെ ഇങ്ങോട്ട് കൂടി കേൾക്കാനുള്ള ജനാധിപത്യ മര്യാദ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പൊതുവേദി പോലൊരു പരിപാടി എടുക്കുന്നതും ഇത്തരം വിഷയങ്ങളൊക്കെ പൊതു ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നതും.
ആ ശരി, ഇത് പൊതുജനങ്ങളും കാണില്ലേ ഓല ഡിബേറ്റ് 3 മതത്തിന്റെ എന്നാലും അവർ മാത്രം പറഞ്ഞാൽ പോരാലോ. ഇപ്പൊ താങ്കൾക്കും ഇന്ന് പറയാൻ അവസരം, താങ്കൾക്കും ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ഒരു അവസരം ഉണ്ടാകുക എന്ന് പ്രധാനമല്ലേ? അഭിപ്രായമില്ല, കാരണം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇല്ല എന്നുള്ളത്, പക്ഷെ ചിലർ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയല്ലേ. ഇനി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഒരു ചർച്ച നടത്താൻ. ശരി, ഓക്കെ ശ്രീ അച്ഛൻ, നമുക്കത് ശ്രദ്ധിക്കാം. പക്ഷെ പൊതുവേദി നമുക്ക് എപ്പോഴും നമ്മുടെ ചാനലിലെ തന്നെ ഏറ്റവും ജനകീയ പ്രോഗ്രാമാണ്. ആളുകളൊക്കെ കാണുകയും താല്പര്യത്തോടു കൂടി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നടക്കാൻ പലപ്പോഴും അത്തരം പ്രതികരണങ്ങളടക്കം ഉണ്ടാവാറുള്ളതാണ്. അത് കാരണം നമ്മൾ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് എപ്പോഴും ചർച്ചയ്ക്ക് വരുന്ന ചില രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയോ മതപ്രതിനിധികളുടെയോ ഈ മതപ്രതിനിധി എന്നൊക്കെ പറയുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനെ ആ മതത്തെ മൊത്തം പ്രതികരിക്കുന്ന ആളുകളൊന്നുമല്ല. അതൊക്കെ ചില ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ തന്നെ ചില നേതാക്കളുടെ ആളുകളെയൊക്കെ പ്രതികരിക്കുന്നവരാകും പലപ്പോഴും വരിക. എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ചർച്ച നടത്തുകയും സാധ്യമല്ല. ഇങ്ങനെയുള്ള ചർച്ചയ്ക്കാണെങ്കിൽ ആർക്കും പങ്കെടുക്കാൻ കഴിയും, എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാൻ കഴിയും. അതിപ്പോൾ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും ചിലർ പറയുന്നത്, ചിലപ്പോൾ ചില മോശപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ ചിലരുടെ വാക്കുകളിലോ അല്ലെങ്കിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാതെയൊക്കെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും, സ്വാഭാവികവുമാണ്. ശ്രീ ജോൺ ആണ് UK നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോൺ, താങ്കൾ UK എവിടെ നിന്നാണ് വിളിക്കുന്നത്? ബ്രദറെ, ഞാൻ ജോൺ അല്ല, ജോൺ ആണ്. ക്ഷമിക്കണം ഞാൻ ശ്രീ ജോ, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ UK ലണ്ടനിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ ലവ് ജിഹാദായിട്ട് ബന്ധപ്പെട്ട വിഷയമാണല്ലോ. ഞാനൊരു കാര്യം പറയാം. ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും പറഞ്ഞ ലവ് ജിഹാദ് ഇല്ല എന്നാണ്. പക്ഷെ സംഘടിതമായിട്ട് ഒരു മതത്തിലോട്ട് ചേർക്കുന്ന ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ ലവ് ജിഹാദ് എന്ന് വിളിക്കണ്ട, പ്രണയക്കണിന്ന് വിളിച്ചോളൂ. പക്ഷെ ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സാക്ഷിയാണ്. എറണാകുളം ഹൈക്കോടതിയിൽ ഞാൻ ഇതേപോലെ ബന്ധപ്പെട്ട 2 മാതാപിതാക്കളുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഒരു മനുഷ്യന്, ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ലായിരുന്നു ഇവരെ സഹായിക്കാനായിട്ട്. അറിയാവോ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു, ഒരു ആൾക്കാരില്ലായിരുന്നു. ഭയമായിരുന്നു. അന്ന് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്ന സമയമായിരുന്നു. സംഘടിതമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, നിങ്ങൾ ഇതിനെ വെള്ള പൂശാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒത്തിരി മാതാപിതാക്കൾ ഇതിന്റെ പുറകില് നശിപ്പിക്കുന്നുണ്ട്. അവർക്ക് പൊതുസമൂഹത്തിലോട്ട്, ചാനൽ ഫ്ലോറിലോട്ട് വന്നിട്ട് അവരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. എന്റെ മോള് പോയി, എന്റെ ഇന്ന ആള് പോയി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഞാൻ കേൾക്കാം, നിങ്ങൾ പറയാൻ ഞാൻ കേൾക്കാം, സമ്മതിച്ചു, ഞാൻ കേൾക്കാം, ഞാൻ പറഞ്ഞോട്ടെ. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ. നിങ്ങൾ ലവ് ജിഹാദ് ഇല്ലെന്ന് പറയാൻ ശ്രമിക്കും തോറും ഇത് പലർക്കും ഒരു വളമായിട്ടിരിക്കുകയാണ്. ഞാനല്ല ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത്. ലവ് ജിഹാദ് ഇല്ല എന്ന് കേരള സർക്കാരിന്റെ അന്വേഷണ ഏജൻസി, കേരള പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കോടതിയിൽ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി തന്നെ ശ്രീ G. കിഷൻ റെഡ്ഡി തന്നെ കേന്ദ്ര പാർലമെന്റിൽ 2020 ഫെബ്രുവരിയിൽ നൽകിയ മറുപടിയുണ്ട്. കേന്ദ്ര ഏജൻസികളെല്ലാം അന്വേഷിച്ചു, കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കേസില്ല എന്ന്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ടേം, ആ ഒരു ടേം നമ്മുടെ ന്യായ സംഹിതയിൽ ചേർക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് ഈ ഒരു മതത്തിൽ നിന്ന് വിവാഹം കഴിച്ച ആ മതത്തിലോട്ട്, അങ്ങനെയാണെങ്കിൽ എത്രയോ പേർ ക്രിസ്ത്യാനികൾ, എത്രയോ പേർ ഹിന്ദു മതത്തിൽപ്പെട്ടവർ, മുസ്ലിം മതത്തിൽപ്പെട്ടവർ ക്രിസ്ത്യാനികളാവുന്നു, എത്രയോ പേർ ക്രിസ്ത്യാനികൾ മറ്റു മതങ്ങളിലേക്കൊക്കെ പോകുന്നു. അത് ആ എല്ലാ മതങ്ങളും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതത്തിലും മുസ്ലിം മതത്തിലും ഒക്കെ അത്തരം മതപരിവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? ടോമിൻ തച്ചങ്കരുടെ മകള് കല്യാണം കഴിച്ചുകൊണ്ട് ഒരു ഹിന്ദുവിനെയാണ്. അവരിപ്പോഴും ജീവിക്കുന്നത് എങ്ങനെയാ? അവര് സംഘടിതമായിട്ടൊരു പ്രത്യേകതായിട്ടല്ല അവര് ഇതിനകത്തോട്ട് ചെയ്യപ്പെടുത്തത്. അതാണ് ഇവിടെ സംസാരിക്കേണ്ടത്. KG ശങ്കരന്റെ താങ്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സാധാരണ ഇതിൽ ഈ പുരോഹിതന്മാരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവരുടെ മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് മാറി മകളോ മകനോ വിവാഹം ചെയ്താൽ പ്രയാസം കാണും. അതിനെ വൈകാര്യമായി എടുക്കുകയല്ല വേണ്ടത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ പള്ളിയായാലും അല്ലെങ്കിൽ പുരോഹിതന്മാരായാലും ഒത്താശ ചെയ്യുകയാണ് വേണ്ടത്. PC ജോർജിനെ അറസ്റ്റ് ചെയ്യല്ലോ വേണ്ടത്. സർക്കാർ അന്വേഷണം നടത്തട്ടെ. സർക്കാരൊക്കെ അന്വേഷണം നടത്തി ശ്രീ ജോ. സർക്കാർ കമ്മീഷൻ വെച്ചിട്ട് എന്തിനു കമ്മീഷൻ? സർക്കാർ അന്വേഷണം നടത്തി, കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു. കേന്ദ്രം ഭരിക്കുന്ന BJP അല്ലേ? കേന്ദ്ര ഏജൻസികൾ എവിടെ അന്വേഷിച്ചു? കേരളത്തിൽ അന്വേഷിച്ചു. ഈ പറയണ ഈ പ്രശ്നം ഉന്നയിക്കുന്ന ഒരൊറ്റ പള്ളികൾ, ഒരൊറ്റ ഈ പറയണ ഈ ബിഷപ്പുമാർ അവർ ചെന്നോ? ഇല്ല, ഒരു സ്ഥലത്ത് ഞാൻ ഈ ബിഷപ്പുമാർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം ശ്രീ ജോ. അവർ കള്ളം പറയുകയാണ്. അവർ കള്ളം പറയുന്നതിന് പിന്നിൽ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള സംശയമാണ് ഉയരുന്നത്. ഇന്നലെ താമരശ്ശേരി രൂപതയിലെ വൈദികൻ കൃത്യമായിട്ട് ഷക്കീന ചാനൽ വന്നിരുന്നായിട്ട് ഞങ്ങളുടെ 300 കേസുകളുടെ തെളിവ് ഞങ്ങളുടെ ഒരു കേസിന്റെ തെളിവ്, ഒരൊറ്റ കേസിന്റെ തെളിവ് പുറത്തുവിടും. ഒരൊറ്റ കേസിന്റെ തെളിവ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികളിലേക്ക് കൊടുക്കാമല്ലോ. ഈ അച്ഛന്മാർക്കെല്ലാം നല്ല സ്വാധീനമുണ്ടല്ലോ. ഈ പറയുന്ന ആളുകൾക്കൊക്കെ അവർക്ക് നേരെ കൊടുക്കാമല്ലോ കേന്ദ്ര ഏജൻസികളുടെ കയ്യില. ഒരിക്കലും എക്സ്പോസ് ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. സൗകര്യമില്ലെങ്കിൽ വിളിച്ചു പറയരുത്.
അന്വേഷണ ഏജൻസികൾ വരട്ടെ, അന്വേഷണ ഏജൻസികൾ പറഞ്ഞു സുജോ വന്ന് കാണട്ടെ. ശരി, എന്തായാലും ജോയിക്ക് അത് എത്ര പറഞ്ഞിട്ട് ഞാൻ പറയുന്നതല്ല, ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ട് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് പാർലമെന്റിലടക്കം മറുപടി നൽകിയത്. അവർക്ക് കയ്യിൽ തെളിവ് വെച്ചിട്ട് തെളിവ് കൊടുക്കാതെ ഇരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ കാണും, ചിലർക്ക് സാമ്പത്തിക താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ടാവും, അവർക്ക് അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അതിൻ്റെ പേരിൽ നാട്ടിൽ തെളിവില്ലാത്ത കാര്യത്തെ കേന്ദ്ര ഏജൻസിയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിച്ചിട്ട് അവർ തെളിവ് കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ല നമ്മൾ സ്വന്തം നിലയ്ക്ക് അങ്ങനെ ഉണ്ട് എന്ന് പറയുകയല്ല വേണ്ടത്. തെളിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഏജൻസിക്ക് തെളിവ് നൽകാം, അതാണ് വേണ്ടത്. ശ്രീ സോണിയാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സോണിയ, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. എനിക്ക് പറയാനുള്ളത് ലവ് ജിഹാദ് എന്ന സംഭവം വളരെയധികം ചർച്ച ചെയ്യുന്ന സമയത്ത് 2022 ഞാൻ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും കണ്ണൂരേക്ക് ട്രെയിൻ വരികയായിരുന്നു. അപ്പോ ട്രെയിൻ വന്നതിന്റെ സമയത്ത് ഒരു 4-5 മുസ്ലിം ആൺകുട്ടികളെ ഞാൻ തനിച്ചിരിക്കുമായിരുന്നു ഒരു കമ്പാർട്ട്മെന്റിൽ. ഞാൻ ഇരുന്നോണ്ട് ബുക്ക് വായിക്കുന്നു. അപ്പൊ അവര് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പേര് ചോദിച്ചു, വീട് ചോദിച്ചു. എന്നിട്ട് ആദ്യം വന്നിട്ട് അവരോട് ഒരു ചോദ്യം ചോദിച്ചു, പരിശുദ്ധ ത്രിത്വം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ സിസ്റ്ററാണ്, അതുകൊണ്ട് അവർ ചോദിക്കാം. അപ്പൊ സഭയിൽ ഒരു ക്രിസ്ത്യാനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കന്യാസ്ത്രീയാണല്ലേ? അതെ, ഒരു ക്രിസ്ത്യാനിയോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ആയ ഒരു ചോദ്യമാണ് ഒരു ട്രിനിറ്റി, അതായത് പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർ അടുത്ത ചോദ്യമായി. പിന്നെ 3ാമത്തെ ചോദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ആ സിസ്റ്ററിനെ അറിയാം, ഈ സിസ്റ്ററിനെ അറിയാം, ഞങ്ങൾ വളരെ കമ്പനിയാണ് സിസ്റ്റേഴ്സുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും ഞങ്ങൾ അവിടെ അടുത്ത് താമസിക്കുന്നത്. ഞാന് മുസ്ലിങ്ങൾ ധാരാളം ഉള്ള സ്ഥലത്ത് താമസിച്ച് പഠിച്ച് അവരുടെ ഒപ്പം പഠിച്ചുകൊണ്ട് എനിക്ക് അതിലൊരു അസ്വാഭാവികത തോന്നിയില്ല. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്നോട് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഫേസ്ബുക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് വളരെ പുതിയ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് കൊടുത്തു ഒരാൾക്ക്. അപ്പൊ അവര് പറഞ്ഞു, അവർ 5 പേരും പറഞ്ഞു അവർക്ക് പരസ്പരം അറിയത്തില്ല, അവര് ട്രെയിനിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നതാന്ന് പറഞ്ഞു. അവര് ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞു, എന്നിട്ട് തിരിച്ചു വരുവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കിയപ്പോൾ അവര് എന്നോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തേക്ക് പോകുന്നു, പിന്നെ തിരിച്ചു നടക്കുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അവരെ ഒന്ന് ഫോളോ ചെയ്തു, കാരണം അവരെങ്ങോട്ടാണ് പോകുന്നത് അവർ പറഞ്ഞ് ശരിയാണെന്ന് അറിയാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് കുറച്ചും കൂടെ 2-3 പേരും കൂടെ വന്നിട്ട് പിന്നെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവർ തിരഞ്ഞുകൊണ്ടിരുന്നത് എന്നെക്കാളും ഞാൻ മധ്യവയസ്കയാണ്, എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരായിരുന്നു. അവർ തിരഞ്ഞുകൊണ്ടിരുന്നത് തനിച്ചിരിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടോന്നായിരുന്നു. ആ കുട്ടികളൊക്കെ ഒരു 18-നും 21-നും ഇടയ്ക്കുള്ള വളരെ ചെറുപ്പത്തിലുള്ള ആൺകുട്ടികളാണ്. മാത്രമല്ല അവർക്ക് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചും അറിയാം, ഇസ്ലാമിനെ കുറിച്ചും അറിയാം. ഞാനും അങ്ങോട്ട് ചോദ്യം ചോദിച്ചായിരുന്നു, അതിന് ഉത്തരം എന്നോട് ചോദിച്ച ഉത്തരം പറയുകയും ചെയ്തുകൊണ്ട് അവർക്ക് അധികം എന്നോട് ചോദിക്കാൻ പറ്റിയില്ല. പിന്നെ എന്റെ വയസ്സ് ഞാൻ കുറച്ചും കൂടെ കൂട്ടി 40 പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് പയ്യെ അവരിങ്ങനെ ഉൾവലിയായിരുന്നു. എനിക്കിപ്പോ മനസ്സിലായി നമ്മൾ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സംഭവം തന്നെയാണ് ഇവിടെ മനസ്സിലുള്ള പ്ലാൻ എന്ന് മനസ്സിലായി. അറിയത്തില്ലെന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. അത് ഇപ്പോൾ ആളുകൾ ചിലപ്പോൾ സ്ത്രീകളെ അങ്ങനെയൊക്കെ ഏതെങ്കിലും ആളുകളുടെ ഒരു കത്തോലിക്ക സന്യാസിനെ എന്റെ അടുത്ത് വന്നിട്ട് ഇവരിങ്ങനെ പെരുമാറിയെങ്കിൽ സാധാരണ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് അവരെങ്ങനെയായിരിക്കും, അവർ അള്ളാഹുവും കർത്താവും ഒന്നാണ്, അള്ളാഹുവും ദൈവവും ഒന്നാണ്, ഇങ്ങനെ പറഞ്ഞ് പ്രലോഭിച്ച് അപ്പൊ അവർ ഓക്കെ ശരിയാണ്. പിന്നെ അവർക്ക് വീട്ടിലെ കാര്യം ചോദിക്കും. ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായി അതിന്റെ പ്രാഥമിക പരിപാടികൾ അവരെങ്ങനെയാണ് അവരെ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആവണമെന്നില്ല, ചിലപ്പോൾ അങ്ങനെ ആവാം. എന്തായാലും അങ്ങനെയാണെന്ന് വേണ്ടി ഞാൻ അവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർ പറഞ്ഞു ആരെ അറിയില്ലെന്ന് പറഞ്ഞു, ഇവരെല്ലാവരും കള്ളം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പലരും കള്ളം പറയുകയൊക്കെ ചെയ്യുന്നത്. അത്തരം ചതിക്കുഴികളെല്ലാം ലോകത്ത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. കള്ളത്തരങ്ങൾ മാത്രമാണ് എല്ലാ ചതിക്കുഴിയുടെ ആരംഭം. സത്യമല്ല, അതാണ് പ്രശ്നം. ശരി, ഓക്കെ. എന്തായാലും ശ്രീ നസീറാണ്. ശ്രീ നസീർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം. ശ്രീ നസീർ, കാക്കനാട് നിന്ന് പറഞ്ഞോളൂ. നമസ്കാരം സാറേ. ഇപ്പൊ ഈ ചർച്ച ഇടാൻ എന്താ കാരണം സാറേ? ഇപ്പൊ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ അല്ലേ KCBC ഒരു കുറിപ്പ് ഇറക്കിയത്. KCBCയുടെ ആദ്യം KCBCയുടെ മധ്യവിരുദ്ധ സമിതിയുടെ കുറിപ്പ് വരുന്നു. രണ്ടാമത് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ കുറിപ്പ് വരുന്നു. ആ കുറിപ്പാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാറേ, അത് എന്താ സാറേ, അത് ഇവര് ഈ ഇസ്ലാം മതത്തിനോട് മാത്രം എന്താ സാറേ ഇങ്ങനെ? ഇസ്ലാം മതത്തിൽ നിന്ന് എന്തോരം പെൺകുട്ടികൾ മറ്റുള്ള മതത്തിലേക്ക് പോകുന്നു? ഹലോ, പറഞ്ഞോളൂ താങ്കൾ. സാറേ, ഇസ്ലാം മതത്തിൽ നിന്ന് എന്തോരം പെൺകുട്ടികൾ മറ്റുള്ള മതത്തിലേക്ക് പോകുന്നു? അങ്ങനെ എല്ലാ മതത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെൺകുട്ടികൾ പോകുന്നുണ്ട്.
പിന്നെ എന്തുകൊണ്ട് ഒരു PC ജോർജ് വെളിവില്ലാത്ത മനുഷ്യൻ വല്ലതും വിളിച്ചു പറഞ്ഞെന്ന് വെച്ച് ഈ സഭകളൊക്കെ എന്താ ഇങ്ങനെ നടക്കുന്നത്? മനുഷ്യന് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന പള്ളികളും ചർച്ചുകളും മോസ്കുകളും ഒക്കെ എന്താ ഇങ്ങനെ ആവുന്നത്? എല്ലാ മതത്തിലും അങ്ങനെയാണ് ശ്രീ നസീർ. എപ്പോഴും ഈ മത പുരോഹിതന്മാരിലെ ഒരു വിഭാഗമെങ്കിലും അവർ യാഥാസ്ഥിക ബോധത്തിലൊക്കെ നിന്നുകൊണ്ട് അവരുടെ മതത്തിന് പുറത്തു പോകുന്നതെല്ലാം മോശമാണ്, സ്വന്തം മതം മാത്രമാണ് മഹത്തരം, അല്ലെങ്കിൽ അവിടുന്ന് പുറത്താരും വിവാഹം കഴിക്കരുതെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ എല്ലാ മതത്തിലും ഉണ്ട്. സാറേ ഇവര് പറയുന്നത് തെളിവുകൊണ്ടിരട്ടെ, തെളിവില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പലപ്പോഴും ഈ പുരോഹിതന്മാർ പറയുന്നതിൽ ബഹുഭൂരിപക്ഷവും സ്നേഹത്തിൽ പൊതിഞ്ഞ് പറയുന്ന പല കാര്യത്തിനും അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരവരുടെ സൗകര്യത്തിന് പറയുന്നു എന്നൊക്കെ പറയേണ്ടി വരും. സാറേ ഈ PC ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ അപ്പ കണ്ടോന്ന് അപ്പാണ് വിളിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ്. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെയൊന്നും അദ്ദേഹം മോശപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളെ ആ തരത്തിലേക്ക് ഉള്ള അഭിപ്രായം പറയുന്നത് ശരിയല്ല. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, 400 പെൺകുട്ടികളോളം മീനച്ചൽ താലൂക്കിൽ നിന്ന് കൊണ്ടുപോയെന്നൊക്കെയായിരുന്നു PC ജോർജിൻ്റെ പ്രസ്താവന. 400 പോയിട്ട് ഒരാളുടെ പോലും പേര് പറയാൻ PC ജോർജിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ PC ജോർജിൻ്റെ അത്തരം പ്രസ്താവനകളൊക്കെ പിന്തുണച്ചുകൊണ്ട് KCBCയെ പോലെ ഒരു സംഘടന രംഗത്ത് വന്നത് ഇത്തരത്തിൽ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്ന ഒന്നല്ല. എന്താണ് സഭയുടെ പിന്നിലെ ലക്ഷ്യം എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ശ്രീ ജോസ് ആണ് കോട്ടയത്ത് നിന്നും. ശ്രീ ജോസ്, താങ്കൾക്ക് പറയാം. ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയം ലവ് ജിഹാദിലെ സഭയുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണല്ലോ. അതെ, സഭ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്? സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു ലവ് ജിഹാദ് ഉണ്ട് എന്ന്. ജിഹാദ് ആ പേരില്ല പ്രശ്നമെങ്കിൽ പ്രണയത്തിന് ആയിക്കോട്ടെ. പക്ഷെ വേറൊരു വിഭാഗം പറയുന്നു അങ്ങനെ ഇല്ല. സഭ എന്താണ് അവിടെ പറയുന്നത്? ഇങ്ങനെ സമൂഹത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടി ഒരു അന്വേഷണ ഏജൻസി വേണം. ആ അന്വേഷിക്കട്ടെ, അന്വേഷിക്കുമ്പോൾ തന്നെ തെളിവ് കൊടുക്കണ്ടേ? ശ്രീ ജോസ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. 2008 പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു കേസ് ആദ്യം വരുന്നത്. ആ കേസിലാണ് കോടതിയിൽ വരുന്നു, അന്വേഷിക്കുന്നു. അതിൽ കേരളത്തിലെ DGP തന്നെ പിന്നീട് 4-5 വർഷത്തിന് ശേഷമാണ് DGP അന്ന് ജേക്കബ് പുന്നൂസ് ആയിരുന്നു DGP. അദ്ദേഹം തന്നെ റിപ്പോർട്ട് നൽകുന്നു. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അതിനുശേഷം ഞാൻ പറയട്ടെ, അതിനുശേഷം ഉണ്ടായത് 2 സംഭവങ്ങളാണ്. ഒന്ന് ഈ അഖില ഹാദിയ എന്ന് പറയുന്ന ആ വിഷയം ഒരു സംഭവം ഉണ്ടായി. പിന്നീട് ഈ സിറിയയിലേക്ക് പോയ വിഷയം ഒക്കെ ഉണ്ടായി. അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതിനുശേഷമൊക്കെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ ഇത്തരം വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ കേന്ദ്രത്തിൻ്റെ വിവിധ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ട് കേരളത്തിൽ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നടന്നതായി ഇതുവരെ തെളിവൊന്നും ഇല്ല എന്നാണ് 2000 അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി G. കിഷൻ റെഡ്ഡി പാർലമെന്റിൽ ഔദ്യോഗികമായി നൽകിയ ഉത്തരം. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു, കേരള പോലീസ് അന്വേഷിച്ചു, അവരൊന്നും അന്വേഷിച്ചിട്ട് കിട്ടാത്ത തെളിവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ അന്നേരം എല്ലാം അന്വേഷിക്കണം എന്ന് പറയുന്നത് എന്താണ്? അല്ല, അതല്ല അതിനകത്തെ കാര്യം. ലവ് ജിഹാദ് പറഞ്ഞോളൂ. ലവ് ജിഹാദ് എന്ന് പറയുന്ന ക്രൈറ്റീരിയയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രണയക്കെണിയിൽപ്പെടുത്തി എന്താ ഈ താങ്കൾ ഈ പറയുന്ന പ്രണയക്കെണി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികൾ ഹിന്ദു വിഭാഗത്തിലെയും ക്രിസ്ത്യൻ വിഭാഗത്തിലെയും പെൺകുട്ടികളെ പ്രണയക്കെണിയിൽപ്പെടുത്തി അവരെ നശിപ്പിക്കുന്നു. ഇത് അല്ലല്ല, കല്യാണം കഴിച്ച് അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നുവെങ്കിൽ അതിനകത്ത് കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാതെ ആകെ കേരളത്തിൽ അങ്ങനെ ഉണ്ടായി സംഭവം ഉണ്ടായി. അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി 8 പേരുടെ കഥയാണ് ആകെ ഉള്ളത്. അതിനകത്ത് 2 പേര് ക്രിസ്ത്യാനികൾ, 2 ആണുങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നു. അല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ 8 പേരാണ് പോയത്. 8 പേര് പോയതിൽ 2 പേർ 1-2 ആളുകൾ ക്രിസ്ത്യാനികളായിരുന്നു. എന്തോ അജണ്ട ഉള്ളതല്ല. ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ എന്തോ പ്രത്യേക അജണ്ട ഉള്ളത്. ഞങ്ങൾക്കൊരു അജണ്ടയുമില്ല. സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. അതെ, സത്യത്തിനൊപ്പം നിൽക്കുക. അപ്പോ യഥാർത്ഥത്തില് ഇതിനൊരു അന്വേഷണ ഏജൻസി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം അന്വേഷിച്ചില്ലേ? കേന്ദ്ര അന്വേഷണ ഏജൻസി എത്ര വർഷം മുമ്പ് സുഹൃത്തെ വന്നത്? അത് അപ്പൊ എത്ര വർഷം മുമ്പല്ല വന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നത്. ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ ടേമിന് ചില ക്രൈറ്റീരിയ ഉണ്ട്. യഥാർത്ഥത്തിൽ ആ ലവ് ജിഹാദ് എന്നുള്ള പേര് മാറ്റി, അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള പേര് മാറ്റി വിവാഹങ്ങളൊക്കെ കണ്ടമാനം കേരളത്തിൽ നടക്കാറുണ്ട്. അതിൽ എത്രയോ ക്രിസ്ത്യൻ ആൺകുട്ടികൾ ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട് ആ പെൺകുട്ടികളെ ക്രിസ്ത്യാനികളാക്കി മാറ്റിയിരിക്കുന്നു. ആ ക്രിസ്ത്യാനികളൊക്കെ മാറ്റുന്ന പ്രക്രിയക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടില്ലേ ഈ KCBCയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ? അവരൊക്കെ അന്നേരം പറഞ്ഞില്ലല്ലോ നിങ്ങൾ അവരവരുടെ മതത്തിൽ തന്നെ തുടരട്ടെ. നല്ല ആളുകളാണെങ്കിൽ അങ്ങനെയല്ലേ പറയണ്ടേ? ഏത് മതമായിക്കോട്ടെ, വിവാഹം കഴിച്ചാൽ ഭാര്യയ്ക്ക് ഒരു മതം ഭർത്താവിന് ഒരു മതമാണെങ്കിൽ 2 പേരും 2 മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം കൊടുക്കുകയല്ലേ വേണ്ടത്?
തീർച്ചയായിട്ടും അത് കുഴപ്പമില്ല. അതിന് പകരം ആ മതം മാറ്റത്തിനെല്ലാം അംഗീകാരം നൽകുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയല്ലേ പറയുന്നത് ഞങ്ങളുടെ മതത്തിൽ നിന്ന് അങ്ങോട്ട് പോകരുത്, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാവുന്നു? അങ്ങനെയല്ല. അതെന്താ പിന്നെ അങ്ങനെ അല്ലാത്തത്? വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവര് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചിട്ട് എങ്കിൽ പിന്നെ അങ്ങനെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ ജീവിക്കുന്നെങ്കിൽ അവരെ ഒന്നും നിർബന്ധിച്ച് സ്വന്തം മതത്തിലെ കൊണ്ടുവരാതിരിക്കാൻ ഈ പുരോഹിതന്മാർ ശ്രദ്ധിക്കണ്ടേ? നിർബന്ധിച്ച് പ്രണയക്കെണിയിൽപ്പെടുത്തി അല്ലെ മയക്കുമരുന്ന് എന്താണ് ഈ കെണി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രണ്ടുപേർ മയക്കുമരുന്നുണ്ടെങ്കിൽ അത് വേറെ, അതിന് പ്രത്യേകിച്ച് ഒരു മതമൊന്നുമില്ല. എല്ലാ മതത്തിലെ ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും വേണം. നിയമ നടപടി സ്വീകരിക്കണം. പക്ഷേ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്തിനാണ് ഈ KCBC പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയൊക്കെ നിൽക്കുന്നത്? നാണക്കേടല്ലേ? KCBC ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷിക്കണമെന്ന് പറയുന്നത് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. KCBCയുടെ കയ്യിൽ എടുക്കാൻ ഒരു തെളിവെങ്കിലും ഉണ്ടോ? അതിന് തെളിവ് കൊടുക്കാൻ ഒരു തെളിവില്ലാതെ PC ജോർജ് പറയുന്നത് കേട്ടിട്ട് അതിന് പിന്തുണ കൊടുക്കാന്നുള്ളതാണോ വേണ്ടത്? PC ജോർജ് വായിച്ചു വരുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് കരുതി PC ജോർജ് പറയുന്നത് എല്ലാം തെറ്റാണെന്ന് നിങ്ങൾ PC ജോർജ് പറയുന്നതെല്ലാം തെറ്റാണെന്ന് പറയുന്നത്. PC ജോർജ് നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനുള്ള കേരളത്തിലെ ജനകീയ നേതാവായിരുന്നു. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയി മാറിയത്. PC ജോർജ് ഒരു പൊതുപ്രവർത്തനം എന്ന് കരുതി PC ജോർജ് പറയുന്നത് എല്ലാം തെറ്റാണെന്ന് നിങ്ങൾ ഞങ്ങൾ പറയുന്നില്ല. എല്ലാം തെറ്റാന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. അദ്ദേഹം നല്ല കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പോരാടിയിട്ടൊക്കെ ഉള്ള ആളാണ്. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം അത്ര മോശമൊന്നുമല്ല, മെച്ചപ്പെട്ട ചരിത്രമുള്ള ആൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതേതായാലും നിങ്ങൾ അംഗീകരിച്ചതിൽ വളരെ സന്തോഷം. അല്ല, നിങ്ങൾ അംഗീകരിക്കുക പ്രത്യേകിച്ച് സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് അംഗീകരിക്കാതിരിക്കുന്ന ആളൊന്നുമല്ല. PC ജോർജിനെ എനിക്ക് പേഴ്സണലായും പരിചയമുള്ള നേതാവ് തന്നെയാണ്. PC ജോർജ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ജനകീയ പക്ഷം നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ PC ജോർജ് മോശം പറഞ്ഞാൽ അത് മോശമാണെന്ന് പറയും. ഒരിക്കലും നല്ല ചെയ്തുകൊണ്ട് പിന്നീട് പറയുന്ന എല്ലാം അംഗീകരിക്കണമെന്നും കഴിയില്ല. അതല്ല, PC ജോർജ് ഇവിടെ ഒരു സത്യം പറഞ്ഞു. അല്ല, താങ്കൾ അത് പറയണ്ടേ? KCBC പോലൊരു സംഘടന ഇത് പറയുമ്പോൾ KCBCക്ക് ഒരു ഉത്തരവാദിത്തം വേണം. ഞങ്ങൾ ഇത് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട്, തെളിവുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ഇത് ആകാശത്ത് നിന്ന് പറയുന്ന സ്ഥാനത്തെ വെച്ച് KCBC അതേക്കൊണ്ട് ചാരി വെക്കാന്നുള്ളത് ശരിയാണ്. അതിന് തെളിവ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ആ തെളിവ് ഏതെങ്കിലും ചാനലിൽ കൊടുക്കാൻ തയ്യാറല്ല. അല്ല, നിങ്ങൾ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കൂ. NIA പോലെയുള്ള അന്വേഷണ NIA കൊടുക്കൂ. NIA ഒക്കെ അന്വേഷിച്ചതാണ് ശ്രീ ജോസ്. ശരി, ഓക്കെ. ശ്രീ ജോസ്, എന്നാൽ താങ്കൾക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി തന്നെ പറഞ്ഞത് താങ്കൾക്ക് വിശ്വാസമില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. എന്തായാലും തൽക്കാലം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ ഉള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള ഏജൻസികളോ ഒന്നും ഞങ്ങളുടെ ആരുടെയും പക്കലില്ല. അവരന്വേഷിച്ചിട്ട് അവർ കണ്ടെത്തിയിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളത്. അത് വിശ്വസിക്കുക മാത്രമാണ് തൽക്കാലം വഴി. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും തെളിവുകൾ എൻ്റെയോ നിങ്ങളുടെ മുന്നിൽ വരണം. അങ്ങനെ എൻ്റെയോ നിങ്ങളുടെ മുന്നിൽ അത്തരം ഒരു തെളിവ് ഇതുവരെ വന്നിട്ടുമില്ല. വരുന്ന കാലത്തുണ്ടെങ്കിൽ നമുക്ക് അന്നേരം നമുക്ക് പുനരാലോചിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നെങ്കിൽ. അങ്ങനെ തീർച്ചയായും പുനരാലോചിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ വന്നാൽ. ശ്രീ ശിവദാസനാണ്. ശ്രീ ശിവദാസൻ ബാലരാമപുരത്ത് നിന്നും താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. പരാതിയും പറയേണ്ടത് ഈ ലവ് ജിഹാദിന്റെ പ്രശ്നമാണല്ലോ. അതെ, ഞാനൊരു ഹിന്ദുവാണ്. എന്റെ രണ്ടാമത്തെ വിവാഹം കഴിച്ച മുസ്ലിം കുട്ടിയാണ്. ആ വിളിച്ചോണ്ട് എന്റെ വീട്ടിൽ വന്നപ്പോൾ അവർ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു, കണ്ടവ ആൾക്കാർ വന്നു. അത് നമ്മളെ വേണ്ടപ്പെട്ടവരും രാഷ്ട്രീയ പാർട്ടികളും അവരുള്ള വ്യക്തികളും കൂടി സംസാരിച്ച് ക്ലിയർ ആക്കി. ഇന്ന് അവന്റെ മോൻ 6 വയസ്സായി പൊന്നെ പോലെ ജീവിച്ചു പോകുന്നു. പക്ഷേ ഒരു മുസ്ലിം പയ്യൻ ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയാൽ അവൻ ജീവിക്കാൻ താമസിക്കില്ല. അവനെ ചുട്ടുകൊല്ലയോ അടിച്ചുകൊല്ലയോ പേടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകും. പ്രായപൂർത്തിയായാൽ നിയമപരമായിട്ട് അവർക്ക് അങ്ങ് ജീവിക്കാം. അല്ല, അവിടെ ചെയ്തിട്ടില്ല. അല്ല, 1-2 കേസുകൾ ഹിന്ദുക്കള് ക്രിസ്ത്യാനി വിളിച്ചുകൊണ്ട് പോയിട്ട് 35-40 വർഷമായിട്ട് ഒരു രേഖയിലത്തെ കേസുകളുണ്ടല്ലോ. പിന്നെ ഞാൻ ഇപ്പോൾ സമയം കുറച്ചേ ഉള്ളൂ, എനിക്ക് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരു മുസ്ലിമാനോ ഒരു ക്രിസ്ത്യാനോ വിചാരിച്ചാൽ കേരളം നടക്കില്ല, ഉറപ്പാണ്. അപ്പോ ഒരു മന്ത്രി കിട്ടിയതുപോലെ ഇനി അയാളെ മോനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോ കയറി പറ്റുമ്പോൾ എന്ത് ചെയ്യും? BJPയുടെ വളർച്ചയെ അവർ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും പെട്ടെന്ന് BJPക്ക് അല്പമെങ്കിലും വെടുവുണ്ടെങ്കിൽ അവർ ഇത്രയും ഇദ്ദേഹത്തിന് അവിടുന്ന് പറഞ്ഞു വിടുക. കാരണം കേരളം കത്തിക്കും സാറ്. പിന്നെ സമയം കേരളം കത്തിക്കേണ്ട താങ്കൾ പറയാം. ഹലോ, പറഞ്ഞോളൂ ശ്രീ തങ്കച്ചൻ. കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം തങ്കച്ചൻ, പറഞ്ഞോളൂ. ഈ മീനച്ചിൽ താലൂക്കില് PC ജോർജിന്റെ ആരോപണം മീനച്ചിൽ താലൂക്കാണല്ലോ. അതെ, മീനച്ചിൽ താലൂക്കിൽ നിന്ന് ഈ ഇന്നലെ അല്ല മുസ്ലിങ്ങള് ക്രിസ്ത്യാനികള് പോയത്, വർഷങ്ങൾക്ക് മുമ്പ് പോയതാ. അന്ന് PC ജോർജ് ഈ മുസ്ലിങ്ങൾ അടക്കം വോട്ട് മേടിച്ച് നിയമസഭയിൽ വന്ന ആളാണ്, മന്ത്രിയായ ആളാണ്. മന്ത്രിയല്ല, ചീഫ് വിപ്പ് ആയ ആളാണ്.
ഇന്ന് PC ജോർജ് അവിടെ മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് അവർ അമ്പെ പരാജയപ്പെടുത്തി. ഒരു രക്ഷയില്ലാതാണ് BJPയിലേക്ക് ചെന്നിരിക്കുന്നത്. സാർ ഇത് കേൾക്കണം. പിന്നെ മുസ്ലിങ്ങളെയോ ഒരു ക്രിസ്ത്യാനിനെയോ ഒരു ഹിന്ദു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഹിന്ദുവായ ആ ചെറുക്കൻ പറയില്ല നീ ഹിന്ദു ആവണമെന്ന് പറയത്തില്ല, നിനക്ക് ഇഷ്ടമുള്ള മതത്തിൽ പോകാന്ന് പറയും. നേരെ മറിച്ച് ഒരു ഹിന്ദുവിനെ മുസ്ലിമോ ക്രിസ്ത്യാനിയോ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരെ പള്ളിയിൽ. ശരി, ഇപ്പോൾ ആരായാലും അങ്ങനെ പറയാതിരിക്കുക എന്നുള്ളതാണ് മാന്യത. ശ്രീ സോബിനാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ സോബിൻ, നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നതുകൊണ്ടാണ് വേഗത്തിൽ മറുപടി പറയാം. ഹലോ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് പബ്ലിക് ഒപ്പീനിയൻ ആണല്ലോ. അപ്പം നമ്മൾ ഈ ലവ് ജിഹാദ് എന്നുള്ള ടൈം സംസാരിക്കുമ്പോൾ ഒരുപാട് ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കേൾക്കുകയാണ്, ഒരു കേസ് പറയാമോ എന്ന്. അപ്പം ഞാൻ എന്റെ സംശയത്തിൽ വന്നത്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അറിയാവുന്ന ഒരു കാര്യമാണ്, സോണിയ സെബാസ്റ്റ്യൻ അതുപോലെ തന്നെ നിമിഷ ഫാത്തിമ തുടങ്ങിയവരെ സിറിയയിലേക്ക് പോയത് ഈ ലവ് ജിഹാദിന്റെ ബന്ധമായിട്ടുള്ളതാണ്. അത് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്, പബ്ലിക്കിലുള്ളതാണ്. പക്ഷെ എന്നിട്ടും നിങ്ങൾ ശ്രീ ശോഭൻ, ഈ അങ്ങനെ പോയ സ്ത്രീകളൊന്നും ഈ താങ്കൾ പറയുന്ന കേസുകളിൽ പലതും ഈ ലവ് ജിഹാദ് എന്ന തരത്തിലേക്ക് പോയതല്ല. മതം മാറിയ ശേഷം വിവാഹം, യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഈ അഖിലയൊക്കെ മതം മാറിയ ശേഷമാണ് വിവാഹം കഴിച്ചത് തന്നെ. മതം മാറിയ, ഞാനതല്ല പറഞ്ഞത്, ഈ അഖിലയൊക്കെ ഹാദി ആയ ശേഷമാണ് വിവാഹം കഴിക്കുന്നത് തന്നെ. അതെ, അതാ ചോദിച്ചത്. ഒരു കേസ് പറയോ എന്ന് പറയുമ്പോൾ ഈ കേസുകൾ അല്ല, ആ കേസുകളൊന്നും ലവ് ജിഹാദിന്റെ കേസ് ഗണത്തിൽപ്പെടുന്നതല്ല. അത് ഞാനതാ പറഞ്ഞത്. ഈ പറയുന്ന സിറിയയിലേക്ക് പോയ 8 പേരിൽ 2 പേർ, 1ഉം 2ഉം ആളുകൾ, ആ 2 പേർ ക്രിസ്ത്യാനികളായിരുന്നു, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരായിരുന്നു. മറ്റൊന്ന് ഒരു കുടുംബത്തിലെ 4 പേരാണ് പോയത്, മറ്റു 2 പേരാണ് ഉണ്ടായത്. അതിൽ ഒരു മുസ്ലിമാണ് മറ്റു മതത്തിൽപ്പെട്ട ആൾ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചത്. അങ്ങനെ ഒരു മുസ്ലിം വിവാഹം കഴിച്ചതാണ് മാത്രമല്ല, അതിൽ പോലും ഒരാളെ പറയാൻ കഴിയൂ. ബാക്കിയുള്ള 6 പേരെങ്ങനെയാണ്? അപ്പൊ അതെല്ലാം ലവ് ജിഹാദാണോ? ഈ പ്രവൃത്തികൾക്ക് പണം കൊടുക്കുകയും അതുപോലെ തന്നെ. ശരി, ഓക്കെ. ശ്രീ സോബിൻ, സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും ഈ പല പ്രേക്ഷകരുടെയും അഭിപ്രായ പ്രകടനങ്ങൾ PC ജോർജിനെ പോലെ ഒരു ആൾ പറഞ്ഞ അഭിപ്രായത്തോട് ഈ തരത്തിലേക്ക് ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലേക്ക് അതിനെ അനുകൂലിച്ചുകൊണ്ട് KCBC എടുത്ത നിലപാടിനെ നിശ്ചിതമായി വിമർശിച്ചവരും, അങ്ങനെയല്ല, അത്തരം ചില സംശയങ്ങളൊക്കെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് കരുതുന്നവരും, അങ്ങനെയല്ല, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും അങ്ങനെയൊക്കെ വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളും ഒക്കെ ഈ സമൂഹത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നമ്മുടെ പൊതുവേദിയിലെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.